270 രൂപ കിലോന് വരുന്ന ഡേറ്റ്സ് തികച്ചും സൗജന്യം. ഇത് ബോർമേൽ ചുട്ടെടുക്കുന്ന കാഷ്നട്ടാണ്. ബോർമേൽ ചുട്ടെടുക്കുന്നത് പിള്ളേർ ഉണ്ടാവാത്ത പാരന്റ്സിന് ഉള്ളത് കൂടിയാണ്. കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതാണ്. ബുരയുടെ പെർഫ്യൂം തൊട്ട് 500 റുപ്യോളം വരുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. 900 രൂപ പെർ കേജി. 15ഓളം തരം ഡേറ്റ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും സെയിലുള്ള ഐറ്റങ്ങളിൽ ഒന്നാണ് ആരോ. കുറ്റം പറയാൻ വേണം. ഇതിനെന്താ ടേസ്റ്റ്? ബരാറിന്റെ പേര് 150 ഓൺലി. ഇത് നമ്പർ 1 ഐറ്റം തന്നെയാണ്, ഒരു സംശയമില്ല. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും പേരുള്ള കമ്പനിയാണ് കെൽക്കാറിന്റെ. വില വിൽക്കുമ്പോൾ വില കൂടാനും പാടില്ല എന്നുള്ള കാര്യം നിർബന്ധം. 180 രൂപ പ്രോൺസ്. ഇത് ഞങ്ങൾ വിൽക്കുന്ന വില 900 റുപ്പീസാണ്. പിന്നെ ബ്ലൂബെറി ഒറിജിനൽ ആംബർ 1100 രൂപയ്ക്ക്. എന്ത് ഫ്രാഗ്രൻസ് ഉള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടോ ഈ സാധനം മസ്റ്റാണ്. ഇത് റെക്സോണയുടെ സോപ്പ് ഉണ്ടാക്കുന്ന ഈ സാധനം വേണം. ഇതുപോലത്തെ 6 മില്ലി ബോട്ടിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ 130 റുപ്യാണ് വില. ബദാമിന്റെ അതായത് പ്രോവി ബ്രാൻഡാണ്. ഇമ്പോർട്ടൻ്റ് മരുന്ന് ചരക്ക് എടുക്കുള്ളൂ. ലോക്കൽ പർച്ചേസ് ഞങ്ങൾക്ക് ഇല്ല. 270 ഇത് തന്നെയാണ് ഞങ്ങൾ ഫ്രീ കൊടുക്കുന്ന ലോട്ടിലുള്ളത്. ഓൾ കേരള കൊറിയറിൽ അയച്ചു തരും. എറ്റേണൽ ലവ്. അതിനകത്ത് ഇങ്ങനെയുള്ള ടിന്നുകളുണ്ട്. എന്നിട്ട് ഈ ടിന്നുപടി ഞങ്ങൾ വെക്കും. ശരിക്കും നല്ലത് കഴിച്ചവന്ന് നല്ലത് കണ്ടാലും തിന്നാലും അറിയാവുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നാളും നിങ്ങൾ കഴിച്ച ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണോ എന്ന് ഉറപ്പുണ്ട. വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുക. അതും റേറ്റ് കുറവിന്, മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത അത്രയും റേറ്റ് കുറവിന് ക്വാളിറ്റിയുള്ള ഐറ്റംസ്, ഒറിജിനൽ ഐറ്റംസ് കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതും ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തരം ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പം തൃശ്ശൂരാണ്. എക്സാക്ട് തൃശ്ശൂരിൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അതാ ഇങ്ങനെ ഷോപ്പ് നിൽക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ മണ്ണുത്തി, പിന്നെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നടുത്തറ ബൈപ്പാസ്. അപ്പം ഇത് രണ്ടിനും കൂടി നടുക്കിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അകത്ത് ചെന്നിട്ട് പറയാം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് ഡേ, ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ്, അതും ക്വാളിറ്റി ഉള്ളത് എവിടെയും കിട്ടാത്തതിനേക്കാളും റേറ്റ് കുറവിന് ഇവിടെ കിട്ടും. പോയാലോ? ഫുൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. നമസ്കാരം സാറേ, ഇതൊന്ന് വെച്ചോട്ടെ. എന്താണ് വിശേഷം? സുഖാണോ? നമ്മുടെ തൃശ്ശൂർ സുഖാണോ? ഗടിയത് അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ഷോപ്പാണ്, ചെറിയൊരു ഷോപ്പാണ്. പക്ഷെ ഉള്ളിലിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ മരി സാധനങ്ങളാണ് ക്വാളിറ്റി ഉള്ളത്. ഇല്ലേ? ഞാൻ പറഞ്ഞില്ല, വല്ല തെറ്റില്ലല്ലോ. കാരണം ഞാൻ മാത്രമല്ല, എല്ലാവരും അറിയുന്ന ഒരു സ്ഥലമാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് നമുക്ക് വലിയ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. എന്താണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടെ കാഷ്നട്ട്, ഇത് ബോർമേൽ ചുട്ടെടുക്കുന്ന കാഷ്നട്ടാണ്. ബോർമേൽ ചുട്ടെടുക്കുന്നത്, പുഴുങ്ങിയെടുക്കുന്നതല്ല. ചുട്ടെടുക്കണത് വെള്ളത്തിന്റെ അംശം വളരെ ലഘുവായിരിക്കും. പുഴുങ്ങിയെടുക്കുന്നതാണെങ്കിൽ വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ കാഷ്നട്ട് ഏറ്റവും നല്ല കമ്പനികളിൽ നിന്ന് അല്പം കൂടി വിലയ്ക്ക് തന്നെ ഞങ്ങൾ വാങ്ങുന്നത്. അതിൻ്റെ കാരണം പ്രൊഡക്റ്റ് നല്ലതാവണം എന്ന കാര്യം നിർബന്ധമാണ്. വില കുറച്ച് കിട്ടുന്ന കൗണ്ടറുകൾ അറിയാതെ കണ്ടല്ല. എന്ന് മാത്രമല്ല, വില വിൽക്കുമ്പോൾ വില കൂടാനും പാടില്ല എന്നുള്ള കാര്യം നിർബന്ധമാണ്. വില കൂടി കഴിഞ്ഞാൽ കച്ചവടം അപ്പം താഴേക്കിരിക്കും. അപ്പം ബുദ്ധിപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ വില കുറച്ച് വിറ്റ് ആൾക്കാരെ സ്ഥാപനമായിട്ട് അടുപ്പിക്കുകയാണ് വേണ്ടത്. അതും ക്വാളിറ്റി ഉള്ളത്. ഒരു വിഷമങ്ങളും വാങ്ങുന്ന പാർട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നിർബന്ധമാണ്. വിഷമിച്ച് പണങ്ങിയിട്ട് ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പക്കയാണ്. ഒരു കാര്യത്തിന് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത വിധത്തിൽ ഒരാൾ ഇവിടുന്ന് വേദനിച്ച് പോകാൻ പാടില്ല. നിർബന്ധമാണ്. അപ്പൊ ഈ കാഷ്നട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 180 ഗ്രേഡാണ്. ഇത് 180 ഗ്രേഡ്. ഇതിന്റെ അതായത് 454 ഗ്രാമില് 150 പീസ് ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ഞാൻ ഒരിക്കൽ കൗണ്ട് ചെയ്ത് നോക്കി, എണ്ണം നോക്കിയപ്പോൾ 170 പീസ് വന്നുള്ളൂ. അതായത് 180 എന്ന് പറഞ്ഞാൽ 170 ഗ്രേഡ് ഉണ്ടായിരുന്നു. വലുപ്പം കുറയാണെങ്കിൽ എണ്ണം കൂടുന്ന അർത്ഥം. അപ്പോൾ വലുപ്പം ഒരു സ്റ്റാൻഡേർഡായിട്ട് പിടിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ പ്രത്യേകത വെച്ചാൽ ഈ സാധനത്തിൽ എന്തെങ്കിലും പൊട്ടും പൊള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അറിയിക്കും. ഒരു പൊടി പോലില്ല, പൊട്ട് പോയിട്ട് പൊടി പോലും അത്രയും ഫിൽറ്റർ ചെയ്തിട്ടാ വരുന്ന സാധനം അല്ല. ഫിൽറ്റർ ചെയ്തിട്ട് വരില്ല, ഫിൽറ്റർ ചെയ്യാണ്ട് വരും. ഞങ്ങളിവിടെ ഞങ്ങളെ സഹായി ഫിൽറ്റർ ചെയ്യും. നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഫിൽറ്റർ നടത്തും. എന്നിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് പാക്കിങ്ങില് ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. പാക്ക് ചെയ്ത് വെക്കും. ഫുഡ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്വന്തം ബ്രാൻഡ്, സ്വന്തം ഷോപ്പിന്റെ പേരിൽ പാക്കിംഗ് ചെയ്തിട്ടുള്ള ഒരു പൊടിയും ഇല്ല. അപ്പൊ ഇത് കിലോഗ്രാമിന് 1200 രൂപ. ഇനി വേറെ പ്രത്യേകം കാണിച്ചു തരാം. മാഡം ക്ലാസ്സിൽ വെക്കും. അപ്പൊ ഇങ്ങോട്ട് കാണേണ്ടി വരും. ഇപ്പഴത്തേക്ക് ഞാൻ ഇത് തിരിക്കാൻ പറ്റുമോ? തിരിച്ചോ. ക്ലാസ്സിൽ വെക്കും. ഇങ്ങോട്ട് തിരിച്ചാലാണ് കറക്റ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. അപ്പൊ വെക്കാൻ പോവാണ്. 0 ആണ്. എത്ര വെയിറ്റ് ഉണ്ട് നോക്കിയാൽ? കൂടുതലുണ്ടല്ലേ? 510 ഗ്രാം ഉണ്ട് അല്ലേ? ആ പൗച്ച് 5 ഗ്രാമോ അല്ലെങ്കിൽ 6 ഗ്രാമോ വരും.
തൂക്കത്തിൽ കുറവുണ്ടെന്ന് പറഞ്ഞ ഒരാള് മടങ്ങി വരില്ല. ആ കാര്യത്തില് നമ്മൾ ഉറപ്പ് അല്ലേ? ഇവിടെ പൗച്ചിന്റെ വെയിറ്റ് അഡീഷണൽ ഉണ്ടായിരിക്കുന്ന കാര്യം നിർബന്ധം. തൂക്കം കറക്റ്റ്, ക്വാളിറ്റി കറക്റ്റ്, റേറ്റ് ആണെങ്കിൽ എവിടെയും കിട്ടാത്തകളും റേറ്റ് കുറവിലും. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു 1-ാം നമ്പർ സ്പീഡിലാണ് ഫാൻ തിരിയണേ. തൂക്കം നോക്കുന്ന സമയങ്ങളിൽ ഇവിടെ ഞങ്ങളെല്ലാവരും വേർത്ത് കുളിക്കും. കാരണം ഫാൻ ഓഫ് ചെയ്തിട്ട് ഫാൻ ഓഫ് ചെയ്യണ കാര്യം നിർബന്ധം. കാരണം തൂക്കം തെറ്റിപ്പോകും. അത് കറക്റ്റ്. അത് ഒന്നുകിൽ വാങ്ങുന്നവർക്ക് നഷ്ടം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം, എന്തും സംഭവിക്കാം. അപ്പൊ ഫാൻ ഓഫ് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പാടുള്ള നിർബന്ധം. തൂക്കം നോക്കണേ, കാറ്റിന്റെ ഇത് തൂക്കത്തിന്റെ വ്യത്യാസം വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം. ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ ഇത് 240 ഗ്രേഡ് കാഷ്യൂ. ഇത് പൊട്ടിപ്പൊളി നോക്കുക, അതിന്റെ സ്റ്റാൻഡേർഡ് നോക്ക്, അതിന്റെ വലിപ്പത്തിന് സ്റ്റാൻഡേർഡ് നോക്ക്, വലിപ്പം നോക്ക്. അതെ നല്ല വലിപ്പത്തിലാണ് ഇത്. നല്ല സ്റ്റാൻഡേർഡിലെ പാക്കുള്ളൂ. ഇത് നിങ്ങളുടെ പാക്കിംഗ് നിങ്ങൾ ഓൺ ചെയ്യുന്നതാണ്. വെച്ചാൽ ചരക്ക് എടുക്കുന്നത് മൊത്തം ചാക്കിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പാക്കിംഗ് ഇത്ര വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. ഇത് ചെറിയ തൂക്കത്തിനും കിട്ടുമോ നമുക്ക്? ഇതിപ്പോ 100 ഗ്രാം തൊട്ട് നമുക്ക് ഇവിടെ തരും. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടാ. ഇവിടെ 1500 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ 1500 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ 1500 രൂപയുടെ ബില്ലിങ്ങിന് ഈ വരുന്ന വിഷു ഈസ്റ്റർ വരേക്ക് 200 ഗ്രാം ഡേറ്റ്സ്, അത് തല്ലിപ്പുള്ളി ഡേറ്റ്സ് എന്നല്ല, 270 രൂപ കിലോന് വരുന്ന ഡേറ്റ്സ് തികച്ചും സൗജന്യം. ഓരോ 1500 രൂപയുടെ ബില്ലിങ്ങിന്. അത് പറഞ്ഞ കണ്ടീഷൻ പാലിക്കും. അതെ, അതും ഈ ഒരു പെരുന്നാൾ പ്രമാണിച്ചെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഇപ്പൊ ഈ ഫെസ്റ്റിവൽ സമയമാണ്. വിഷു ആയാലും ഈസ്റ്റർ ആയാലും പെരുന്നാളായാലും ഇത് 3 ആൾക്കാർക്കും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഈ സമയത്ത് അല്ലേ? അപ്പൊ ഇതിപ്പോ വിഷു ആയാൽ പായസം വെക്കണം, ഈസ്റ്റർക്കാർക്കായാലും അത് ആവശ്യമുണ്ട്, പെരുന്നാൾക്കാർക്കായാലും അതിനേക്കാളും ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഇത് മാത്രമല്ല, ഡേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രീ തന്നെ സാധനം 1-2 ക്വാളിറ്റി 150 രൂപ മുതലുള്ള ഡേറ്റ്സ് ഉണ്ട്. എന്നിരുന്നാൽ പോലും 270 റുപ്പീസ് പെർ kg വരുന്ന ഡേറ്റ്സ് ആണ് ഫ്രീ കൊടുക്കുന്നത്. ഫ്രീ കൊടുക്കുക. അതും എത്ര ഡേറ്റ്സ്? 200 ഗ്രാം 1500 ബില്ലിങ്ങിന് 200 ഗ്രാം. ഇറാൻ ഡേറ്റ്സ് അത്യാവശ്യം ഫേമസ് ആണ്, പേര് കേട്ടിട്ടുള്ളതാണ്. അതും തന്നെയല്ല, ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ 1-2 ക്വാളിറ്റി അല്ല, ഒരു 15-16 തരം എപ്പോഴും ഉണ്ടാവും സ്റ്റോക്ക്. ഇവിടെ നിന്നാണ് അടിപൊളി സാധനങ്ങൾ. കടക്കാം. ഇനി അടുത്തത് ഇത് 320 ഗ്രേഡ്. ഇത് നോക്ക്, ഇതിലൊക്കെ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പറയും. ഈ ഗ്രേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുവിധം കേൾക്കണവർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാണ്. ഇത് ചെറിയ, അതായത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. 454 ഗ്രാമില് 320 പീസേ കാണാൻ പാടുള്ളൂ. ഇത് 320 പീസ് എന്ന് പറഞ്ഞാൽ 310 വരാനും സാധ്യത, കുറയാനും സാധ്യതയുള്ളൂ. ഇത് അതായത് ചെറിയ പീസ് ഇട്ട് ഒതുക്കിയിട്ടുള്ളതല്ല എന്ന് അർത്ഥം. നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കണേ. സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും നോക്കി. ഇതിൽ പൊട്ടും പൊടിക്കാൻ തോന്നുന്നു നോക്കും. 1% പറയും, 1% പറയും. ഏത് പാക്ക് വേണം എടുക്കാം. അത് ഏത് പാക്ക് തന്നെയല്ലേ, ഞാൻ എടുത്തു തരണം. എപ്പോ വന്നാലും ഇത് തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസം കാണില്ല. അതും ഫിൽട്ടർ ചെയ്തിട്ട് ഓൺ ഫിൽട്ടർ ചെയ്തിട്ടുള്ള സംഭവം. അപൂർവങ്ങളിൽ അപൂർവം, അറിയാതെ കൊണ്ട് പെടാം, അറിഞ്ഞുകൊണ്ട് പെടുത്തില്ല. അത് ആ കാര്യത്തിൽ നിർബന്ധമാണ്. ഓക്കെ, ഇതിൽ ഇനി എത്ര തരും? 900 രൂപ പെർ kg, 900 റുപ്പീസ്. 900. 320ക്ക് 900, 240ക്ക് 1000, 180ക്ക് 1200. ഇനിയിപ്പോ ഈ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മാർക്കറ്റിലുള്ള ഒരു നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ? മാർക്കറ്റിൽ എവിടെ അന്വേഷിച്ചാലും അതിനേക്കാളും റേറ്റ് എന്തായാലും കുറവായിരിക്കും. വ്യത്യാസം എന്തായാലും നിർബന്ധം കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം വില കൂടിയാൽ അപ്പൊ കച്ചവടം മോശം ഞങ്ങൾക്ക് അറിയാം. അപ്പൊ മണ്ടന്മാരായിരിക്കും നമ്മൾ. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ചരക്ക് വരേണ്ട താമസമുള്ളൂ. രാത്രി ആകുമ്പോഴേക്കും എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടുന്ന് കാര്യം പോകുന്ന വെച്ചാൽ അധികം നാള് നിൽക്കില്ലാന്ന്. അധികം കാണുന്ന വെച്ചാൽ ക്വാളിറ്റികൾ കൊടുക്കും. 3 ദിവസം 4 ദിവസം എല്ലാം ക്ലിയർ ചെയ്ത് പോകും. എല്ലാം ക്ലിയർ ചെയ്യും. പിന്നെയും പുതിയ സ്റ്റോക്ക് വരും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വിലക്ക് വിൽക്കുന്നതുകൊണ്ടാണ്. വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം 1 മാസം അവിടെ ഇരിക്കുക. 1 മാസം ഇരുന്നാൽ അവന്റെ സ്വഭാവം മാറും. അത് ഉറപ്പ്. മനസ്സിലായ? അപ്പൊ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടണമെങ്കിൽ വില താത്തിയിടണം. അതുകൊണ്ടാണ് ഇങ്ങനെ വിൽക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ വിൽക്കുന്നുണ്ട്. മാർക്കറ്റിൽ അത്യാവശ്യം പേര് കേട്ട ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ പേര് ചോദിക്കാൻ വിട്ടു, രാജൻ ബാബു. എന്തായാലും വീഡിയോയിൽ ഇപ്പൊ വെൽക്കം പറയാണ്. അപ്പൊ ആകാംക്ഷ കൊണ്ട് പേരും വെൽക്കം ഒക്കെ പറയാൻ വിട്ടുപോയി. ഇത് ഞങ്ങളുടെ ബോർമ കാഷ് എന്ന് പറയും. ഇത് നമ്മള് പണ്ട് ചുട്ടെടുക്കുന്ന സംഭവം ഇതേ കമ്പനികൾ തന്നെ വരുന്നതാണ്. ചുട്ടെടുക്കാന്ന് പറഞ്ഞാൽ അത് നമ്മള് വീട്ടില് കലത്തിൽ വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് ബോർമ മുഖേനയാണ്. ഇത് ഞങ്ങൾ വിൽക്കണ വില കിലോഗ്രാമിന് 850. ഇപ്പോഴത്തെ വില 850 എന്ന് പറഞ്ഞാൽ തോടോട് കൂടി. അപ്പൊ തോടുകൾ നമ്മുടെ കപ്പലിന്റെ തോടുകൾ കഴിക്കില്ലേ, അതേ ലാഭത്തോടെ കഴിക്കാം. പണ്ട് ഭയങ്കര ഫ്രഷ്നസ് കിട്ടും. ഫ്രഷ്നസ് കൂടുതലായിരിക്കും അല്ലേ? അവിടെ ഇരിക്കണ്ടായില്ല. അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ ഈ കുട്ടീനെ പരിചയപ്പെടുത്തിയില്ലേ? സഹായിയാണ് ആൻസി കുട്ടിയില്ലേ അപ്പൊ പേര്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. എന്തായാലും നമ്മൾ ഇത് കാണാനല്ലേ വന്നത്. അപ്പൊ ഇത് ലൂസായിട്ട് ഉണ്ടാവില്ല, എപ്പോഴും പാക്കിംഗ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കണതിന്റെ കാരണം വെച്ചാൽ
ഇങ്ങനെ കിറ്റായിട്ട് ഞങ്ങൾക്ക് വരാം. അതായത് 10 കിലോ 15 കിലോന്റെ കിറ്റായിട്ട് വരാം. ഇതുപോലെ അങ്ങനെ ഇരുന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പലരും അതിൽ നിന്ന് എടുത്ത് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് നല്ലതല്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്തിട്ട് സീൽഡ് ആക്കിയിട്ടാണ് ചെയ്യണം. ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2 ഡബിൾ സീലിംഗ്, വെന്റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു സീലുണ്ട്, രണ്ടെണ്ണുണ്ട്. ഡബിൾ സീലാണ് കേട്ടോ വന്നത്, 2 സീല്. ഒരു കാരണവശാലും വെന്റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. കാറ്റ് കൊണ്ടുകഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അപ്പൊ കൊടുക്കുമ്പോൾ നന്നായി. പലരും ധാരണ അതിൽ നിന്ന് എടുത്താലാണ് ഫ്രഷ് ആവാന്നാണ്. അങ്ങനെയല്ല, ഇങ്ങനെ ആക്കി വെക്കണം, ഫിൽറ്റർ ചെയ്ത് വെക്കണം. നേരെ അതിൽ നിന്ന് അങ്ങനെ എടുത്തു കൊടുക്കാൻ ഫിൽറ്റർ ചെയ്യാൻ നേരം ഉണ്ടാവില്ല. പൊട്ടും പൊടി കയറിപ്പോവും. വിൽപ്പനക്കാർക്ക് നല്ല അങ്ങനെ കൊടുക്കണതാ, പക്ഷെ വാങ്ങാനായിരിക്കും നല്ല ഇങ്ങനെ വാങ്ങണതാ. ഇങ്ങനെ വാങ്ങണത്. അപ്പൊ ഇതിന് കിലോഗ്രാമിന് 850 രൂപ. 850 തോടുള്ളത് കൊണ്ട്. തോടുള്ള 850. ആ ഒരു ഭയങ്കര സെയിലാണ്. നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും കേട്ടോ അതിനേക്കാളും റേറ്റ് കുറവ്. പിന്നെ ഇപ്പൊ പറയുമ്പോ ഒരു മാസം അറിയിക്കേ ഞങ്ങൾ ഗ്യാരണ്ടി പറയണ അല്ലേ. ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നമുക്ക് ബദാം മിൽക്ക് അടക്കാം. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ബദാം ഉണ്ട്, എല്ലാ തരം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. നമ്മളത് പൊട്ടിച്ചത്. ബദാം പൊട്ടിക്കൂ. കട്ടിങ് ടൂള് കട്ടിങ് കത്രയുണ്ട്. ഇപ്പൊ ഫ്രഷ് പൊട്ടിക്കാണ് കേട്ടോ പാക്ക് ബദാമിന്റെ. അതായത് പ്രോവി ബ്രാൻഡാണ്. പ്രോവി എന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും നമ്പർ 1 ബ്രാൻഡാണ്. അപ്പൊ പരമാവധി പ്രോവി മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. എങ്ങാനും കിട്ടിയില്ലെങ്കിൽ മാത്രം സോൾഡ് എന്നുള്ള ഒരു ബ്രാൻഡ് ഞങ്ങൾ ചെയ്യും. ഇത് ഞങ്ങൾ വിൽക്കുന്ന വില 900 റുപ്പീസാണ്. ഒന്ന് കൈയിട്ട് എടുത്ത് നോക്ക്. അതിൻ്റെ സ്റ്റാൻഡേർഡ് നോക്ക്. ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വേറെ ഉണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് കേട്ടോ 900 രൂപ വിൽക്കണം. ഇതിനേക്കാളും വില 70 രൂപ വില കുറഞ്ഞ ഐറ്റം ഉണ്ട്. അതിന് ഗ്രെയിൻസ് ഡെപ്തിലുള്ള ഗ്രെയിൻസ് ഉണ്ടാവും. അതിന് ഇത്ര വിലയില്ല. പക്ഷേ എല്ലാവരും പറയുമ്പോൾ ബദാം എന്ന് പറയുള്ളൂ. അപ്പോൾ പിടുത്തം കിട്ടില്ല. വാങ്ങാൻ വരുന്നവർക്ക് കുറച്ച് പേർക്ക് പിടുത്തം കിട്ടില്ല. അപ്പോൾ വിൽപ്പനക്കാരനത് മാർജിൻ കൂടുതൽ കിട്ടാൻ വഴി വെക്കും. പക്ഷേ ഞങ്ങളത് വെക്കുന്നില്ല. കാരണം വെച്ചാൽ നല്ല വിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വിൽക്കുക എന്നുള്ളതാണ്. അത് ഒരാൾ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. ഐറ്റം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു അതാണ് ഞങ്ങൾ സ്റ്റാൻഡേർഡ് സാധനം ഒരൊറ്റ ഐറ്റം വെക്കുള്ളൂ. എൻ്റെ കാരണത്തിൽ 60 രൂപ കുറഞ്ഞ് വെക്കാൻ ഒരിക്കലും വെക്കില്ല. പിന്നെ ഇതിൽ കൂടി 200 രൂപ കൂടിയിട്ടുണ്ട് ജംബോ ബദാം എന്ന് പറയാം. അത് 200 രൂപ കൂടുതൽ പറഞ്ഞ ആൾക്കാർക്ക് കൺഫ്യൂഷൻ. നമ്മൾ കൂടുതൽ പൈസ വാങ്ങിക്കണം തെറ്റിദ്ധരിക്കും. അപ്പൊ അത് വെക്കുന്നില്ല. ഇത് നമ്പർ 1 ഐറ്റം തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പൊ ഒരു ബ്രാൻഡ് ഉണ്ടാവുള്ളൂ. ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതാണ്. ആ കാര്യത്തിൽ സംശയമില്ല കേട്ടോ. അപ്പൊ ഇത് ഫ്രഷ് ഇപ്പൊ പൊട്ടിച്ച അതിന്റെ പാക്കിംഗ് അത് ഞങ്ങളുടെ ബ്രാൻഡിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നോക്കി ഡാമേജ് പീസ് ഉണ്ട്. നോക്കി ഒരു ഡാമേജ് തർക്കം പറയും. ഒരു തർക്കം പറയാനില്ല. നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയും A1 ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കടയാണ്. പക്ഷെ നമ്മൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് അറിയിച്ചു എന്ന് മാത്രമല്ല, എന്തായാലും ക്വാളിറ്റി ഉള്ള സാധനം കാണിക്കേണ്ടത്. നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് വെച്ച് നോക്കാം. ശരിക്കും ഫാൻ നിർത്തണം. ഫാൻ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റില്ല. അപ്പോഴും കൂടുതലുണ്ട്. എന്തായാലും കൂടുതലുണ്ടാവും. തൂക്കം കുറഞ്ഞതുകൊണ്ട് ഒരാൾ മടങ്ങി വരാൻ പാടില്ല. തൂക്കം അതുപോലെ ക്വാളിറ്റി ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മടങ്ങി വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ടാവും. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പൊട്ട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വേറെ സെപ്പറേറ്റ് മാറ്റും. അത് ഞങ്ങൾ ആർക്കെങ്കിലും വെറുതെ കച്ചവടത്തിന് പോലും തത്തേനെ വളർത്തുന്നവരുണ്ട്. അവര് വന്ന് കൊണ്ടുപോകും. അപ്പൊ ഞങ്ങള് വിലയൊന്നും മേടിക്കുന്നില്ല. തത്തയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ സ്റ്റാഫിന് തത്തിന്റെ വീട്ടില് വിദ്യാർത്ഥനല്ല, ഞങ്ങളെ തൃശ്ശൂരിലെ കടയിലത്തെ സ്റ്റാഫിന്. തൃശ്ശൂരിലുള്ള കടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി പറയാനുള്ളത്. വെച്ചാൽ ഇവിടെ മാത്രമല്ല, നമുക്ക് തൃശ്ശൂർ ഷോപ്പ് ഈസ്റ്റ് ഫോർട്ടില് സൺടവർ ബിൽഡിംഗിൽ മാർജി ഫ്രീ മാർക്കറ്റ് അറിയോ? മാർജി ഫ്രീ നവ്യ ബേക്കറി കണ്ടിട്ടുണ്ടോ? അതിന് നേരെ പുറകിൽ അഞ്ചങ്ങാടി അറിയോ? പ്രതിമ നിർമ്മാണത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും 2 ഷോപ്പ് ഉണ്ട്. എന്തായാലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് 2 ഷോപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെയുള്ളവർക്ക് അവിടെ പോയി മേടിക്കാം. ഇവിടെയുള്ളവർക്ക് ഓരോ വില, ക്വാളിറ്റിക്ക് മാറ്റില്ല, ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ സെയിം പേര് സെയിം തന്നെയാണ്. ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ വരുമ്പോ ഫുഡ് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ഗ്രാഹ്യം വന്നപ്പോ അവിടേക്ക് എന്തായാലും 2ഉം 1 ഒരാളുടെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിനെ കുറിച്ച് കുറച്ചുകൂടി അപ്പൊ പൊട്ടിയതും ഇതൊന്നും സംഭവം ഇവിടെ ഉണ്ടല്ലോ. അതൊക്കെ തത്തയ്ക്ക് റിച്ചായിന്ന്. ഓക്കെ, ഇതിനടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് പിസ്ത. ഇത് ഇന്ത്യൻ മാർക്കറ്റിലെ നമ്പർ 1 പിസ്തയാണ്. അതായത് ഇതിന്റെ പൊട്ടിച്ച സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അത് ഇത് വലിയ പാക്ക്, ഇത് ചെറിയ പാക്ക്. അതിന്റെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഇതിന് ഇതാണ്. ഇതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പച്ചക്കുരു കണ്ടാൽ അറിയാം. ഫ്രഷിന്റെ അല്ല. പിന്നെ ചുവന്ന കുരുകളും വരുന്നുണ്ട്. അതിന് ഇതിനേക്കാളും കിലോന് 60 രൂപ 80 രൂപ കുറവാണ്. ഇത് വില കൂടിയായിട്ടാ.
ഇതിന്റെ ജമ്പോ വെക്കാറില്ല. ജമ്പോ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല ആൾക്കാർക്ക്. എല്ലാവരും ഈ സ്റ്റാൻഡേർഡ് എന്തെങ്കിലും കണ്ണും പൂട്ടി വാങ്ങുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതില് ചോപ്പും വെന്നുണ്ട്, പച്ചയും വെന്നുണ്ട്. അപ്പൊ പച്ചയാണ് കുറച്ചും നല്ലത്. വിലയും കൂടുതലാണ് ഇതിന്. വില കൂടുതൽ മീൻസ് നമ്മൾ വാങ്ങുന്ന വില കൂടുതലാണ്. ഞാൻ ഇവിടെ വിൽക്കുന്ന വില 1170 രൂപ കിലോന്. 1170 കിലോ. ഇത് 100 ഗ്രാമിൽ പാക്ക് വെച്ചിരിക്കും. ചെറിയ ബഡ്ജറ്റുകാർക്ക് ആവശ്യമുള്ള. ഇനി അവർ കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, അപ്പൊ ഈ പാക്കും തമ്മിലുള്ള വ്യത്യാസം, റേറ്റ് വ്യത്യാസം വരും? ഇല്ല, അതായത് ഇപ്പൊ ഇത് 100 ഗ്രാം 120 രൂപ മേടിക്കുന്നുള്ളൂ. ഇത് 1170 രൂപയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ 117 3 രൂപയൊക്കെ ഉള്ളൂ. ഇത് പാക്ക് ചെയ്യാൻ മുൻതൂക്കം ബോളിൽ കണക്കാക്കുമ്പോൾ 3 എന്തായാലും വരും. അങ്ങനെയുള്ള ഒരു വ്യത്യാസം, അല്ലാണ്ട് പാക്കിങ്ങിന് ഇതിന് റേറ്റ് അത്ര വലിയ വ്യത്യാസം. ചെറിയൊരു നോർമൽ ചാർജ് കൂടുന്നു. ഒരു കിലോ ഒരെണ്ണം പാക്ക് ചെയ്യാനും 10 100 ഗ്രാമിന്റെ പാക്കിന് സമയം വ്യത്യാസമുണ്ട്. ജോലിക്കാർക്ക് ലേബർ കൊടുക്കണം. അങ്ങനത്തെ ഒരു വ്യത്യാസം. ഇപ്പൊ ഞാനും സാധാരണ ഒരു ബേക്കറിയിലൊക്കെ പോകുമ്പോ നമ്മൾ ഈ പാക്കിങ് ഞാൻ ഇങ്ങനത്തെ നോക്കുമ്പോ ഇത് മതി, ഇതുമ്പോ റേറ്റ് കൂടുതൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടും നോക്കുമ്പോ സെയിം തന്നെയാണ്, ഏറെക്കുറെ സെയിം ആണ്. എന്നാ ക്വാളിറ്റി ഉള്ളിലിരിക്കുന്ന രണ്ടും സെയിം തന്നെയാണ്. അത്രേ ഉള്ളൂ. 1170 ഇത് റോസ്റ്റഡ് ആണ് അല്ലേ? റോസ്റ്റഡ് ആണ്, സോൾട്ടഡ് ആണ്. ഇത് ഈ റോസ്റ്റഡ് സോൾട്ടഡ് അല്ലാത്ത വരുന്നുണ്ടോ? വരുന്നുണ്ട്. 2000 രൂപ കിലോ വില. അത് തോട് കളഞ്ഞിട്ടുള്ളത് 2000 രൂപ കിലോ. ഏറ്റവും നല്ലത് ഞാൻ കാണിച്ചുതരാം, അതിനെ കുറിച്ച് കാണിച്ചു. പിസ്തയായി കാഷ്യൂനട്ട് എടുത്തോളൂ. ഹാഫ് kg പാക്ക്. അത് റോസ്റ്റഡ് ആണ്. ഇത് റോസ്റ്റഡ് ആണ്. ഉപ്പും മുളകൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണതാ. നമ്മുടെ വീട്ടിലാ? നമ്മുടെ വീട്ടിൽ ചെയ്യണ്ട. ആരെ ചെയ്യണമെന്ന് ചോദിക്കണ്ട. ആരായാലും നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ ചെയ്തിട്ടുള്ള പാക്ക് ചെയ്ത് വന്നിട്ടുള്ള. അപ്പൊ റോസ്റ്റഡ് ആണ്. ഇത് ഉപ്പുണ്ട്, മുളകുണ്ട്. ഇതില് മിൽമേട നെയ്യ് കൊണ്ട് ചെയ്യണം. 700 രൂപ കിലോന് വരുന്ന മിൽമേട നെയ്യ് ചെയ്യണം. അത് സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിന് കിലോന് 150 മറ്റുള്ള. ഇത് 700 രൂപ കിലോന് വരുന്ന നെയ്യിൽ ചെയ്യണതാണ്. രണ്ടും മാറ്റല്ലേ? കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും നെയ്യും എന്നൊക്കെ പറയുമ്പോൾ മാറ്റം വരില്ലേ? അതിന്റെ അനുസരിച്ച് ടേസ്റ്റും കൂടും. ഇതാണ് ലൂസ് ഉപ്പും മുളകൊക്കെ പാകാന്ന് പറയില്ല, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സംഭവം. 1000 രൂപ കിലോന് വില. ഇതിനല്ലേ 1000 രൂപ. 1000 രൂപയ്ക്ക് കിട്ടുന്ന അറിയണം. ഇതും നമുക്ക് ലൂസ് കൊടുക്കാം. ഇനിയിപ്പോ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ 1500 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്ത് പ്രോഡക്റ്റ് 1500 രൂപയ്ക്ക് മേടിച്ചാലും നമുക്ക് കിട്ടും? അങ്ങനെ ഇത് മാത്രം അങ്ങനെയൊന്നും എന്ത് പ്രോഡക്റ്റ് ഉണ്ട് അതിൽ വന്നവൻ സന്തോഷിച്ചിട്ട് ഇറങ്ങി പോകാൻ പാടില്ല. വന്ന വ്യക്തി സന്തോഷിച്ചിട്ട് ഇറങ്ങി പോകാൻ പാടില്ല. ഇതിനെ കുറിച്ച് പറയാൻ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇതൊന്നും ഞാൻ ശരിക്കും കേൾക്കണില്ല. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയണതൊന്നും കേൾക്കില്ല. ഇപ്പൊ എന്താ വായന നെയ്യിന്റെ ഒരു സ്വാദ വരുന്നത്. ആ കശുവണ്ടിയും നെയ്യും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്വാദം. ശരിക്കും നല്ലത് കഴിച്ചവന്ന് നല്ലത് കണ്ടാലും തിന്നാലും അറിയാവുന്നത് അല്ലെ? അല്ല, ഡൂപ്പ് വരുന്നത് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ. ഇപ്പൊ പല മെറ്റീരിയലുകൊണ്ട് വർക്ക് ചെയ്യാം. അതെ. അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള നെയ്യിൽ മാത്രമല്ല, അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ട്. ഇത് ഹെൽത്തി ഫുഡാണെന്നും പറയാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പറയുമ്പോൾ ഹെൽത്തി ഫുഡാണ്. പിള്ളേർക്കും വരെ മേടിച്ചു കൊടുക്കുന്നത്. കിലോഗ്രാമിന് 1000 രൂപ വിലയുള്ളൂ. 1000 രൂപ വരുന്നുള്ളൂ. അപ്പൊ എന്ത് ഐറ്റം മേടിച്ചാലും 1500 രൂപയ്ക്ക് ബില്ലിംഗ് ആയി കഴിഞ്ഞാൽ അതിന് 200 ഡേറ്റ്സ് 270 രൂപ കിലോന് വില വരുന്നത് കൊടുക്കും. ഫ്രീ. അതെ. അത് ഈസ്റ്റർ, വിഷു, പെരുന്നാൾ വരയ്ക്ക്. പെരുന്നാൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പൊ ഷോപ്പ് എത്ര മണി തൊട്ട് എത്ര മണി? രാവിലെ 9:30 തൊട്ട് 8:25 വരെ വൈകിട്ട് രാത്രി വരെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സൗകര്യമാണ് ജോലിക്ക് വരാനും പോകണവർക്ക്. ഞായറാഴ്ച ഉണ്ടാവുന്നു. ഞായറാഴ്ച ഞങ്ങള് വിളിച്ചിട്ട് വന്ന ഉപകാരമായി. കാരണം വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തുറക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് വീട് തന്നെയാണ് ഞങ്ങളുടെ. അല്ല, എന്തായാലും ഇപ്പൊ ഈ കുറച്ച് നാൾക്ക് എന്തായാലും വിളിച്ചാലും തുറക്കും. എന്താ വെച്ചാൽ വല്ല കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോന്ന് ഞാൻ സാധിക്കുന്നു. ജോലിക്കൊക്കെ പോണവരൊക്കെ ആണെങ്കിൽ രാത്രി വന്നാലും ഇവിടെ തുറന്നു കിടക്കും. കാരണം ഇത് മെയിൻ ഹൈവേ ആണ്. ഒരു ബുദ്ധിമുട്ടില്ല, അറിയാനും ബുദ്ധിമുട്ടില്ല. ഇനി ലൊക്കേഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ, അതായത് തൃശ്ശൂർ ജില്ലയിലത്തെ നടത്തറ എന്ന സ്ഥലത്തെ ബൈപ്പാസ് റോഡ്, നാഷണൽ ഹൈവേയുടെ ബൈപ്പാസ് റോഡിൽ പാലിക്കര ടോൾ പ്ലാസയിൽ നിന്ന് വടക്കോട്ട് 7ാമത്തെ കിലോമീറ്ററിൽ വരുന്ന 2ാമത്തെ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് 50 മീറ്റർ പടിഞ്ഞാറ് വശം. അതായത് നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഫോർവേഡ് 50ാമത്തെ മീറ്ററിൽ നാഷണൽ ഹൈവേക്ക് അഭിമുഖമായിട്ട് പടിഞ്ഞാറ് വശം. ഇനി വടക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മണ്ണുത്തി ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവർ ഉണ്ട്. അവിടുന്ന് 1ാമത്തെ കിലോമീറ്റർ എറണാകുളം ഭാഗത്തേക്ക് 1ാമത്തെ കിലോമീറ്റർ അവിടെ ഒരു ആനന്ദഭവൻ ഹോട്ടൽ കാണാം ലെഫ്റ്റ് സൈഡിൽ. അതിൻ്റെ നേരെ എതിർവശത്ത് ട്രാക്ക് ഓൺ കൊറിയർ സർവീസ് കാണാം. ആ ട്രാക്ക് ഓൺ കൊറിയർ സർവീസിന് തൊട്ടപ്പുറത്തുള്ളതാണ്. വളരെ ഈസിയാണ് വന്ന് വിടാനായിട്ട്.
എന്നിരുന്നാൽ പോലും ലൊക്കേഷൻ മാഡം മാനേജ് ചെയ്യും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ലൊക്കേഷൻ. പിന്നെ ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ മണ്ണുത്തി ജംഗ്ഷന്റെ അവിടുന്ന് പാലക്കര ടോള് ഈ പോണ റൂട്ട് ഹൈവേ റൂട്ടിന്റെ അവിടെ തന്നെയാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ ആനന്ദ ഭവൻ എന്ന് കാണും. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയൊരു ഷോപ്പാണ്. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ചെറിയ ഷോപ്പാണ് നോക്കിയിട്ട് കാര്യമില്ല. ഉള്ളിലിരിക്കുന്ന ഐറ്റംസ് വലുത്. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല കാണുമ്പോൾ. പക്ഷെ ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടുന്ന് ഒത്തിരി പേര് മേടിച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആക്ച്വലി ഇത് നമ്മുടെ കണ്ടന്റേ അല്ല, നമ്മൾ കൂടുതൽ ചെയ്യുന്നത് വേറെ കണ്ടന്റ്. പക്ഷെ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ക്വാളിറ്റിയും റേറ്റ് കുറഞ്ഞ മാർക്കറ്റിലുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ വന്നോ അത്രയും റേറ്റ് കുറവ്. അതായത് ഒരു 6-7 മാസം മുമ്പ് കാഷ്യൂനട്ടിന് 200 രൂപ കുറവായിരുന്നു. അപ്പോൾ വിലയിൽ ഈ മാറ്റങ്ങൾ വന്നപ്പോൾ ആൾക്കാർ കൺഫ്യൂസ്ഡായി. അപ്പോൾ ആ കാലഘട്ടത്തിലെ എല്ലാ കച്ചവടക്കാർക്കും കച്ചവടത്തിൽ അത് ബാധിച്ചു. ഇപ്പോൾ എല്ലാവരും സ്റ്റഡീഡാണ്. വിലയൊക്കെ എത്രയാണെന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാം, വ്യക്തമായിട്ട് അറിയാം. സത്യം. പണ്ട് ഞാനും വിചാരിച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് തോന്നിയ വിലക്ക് വിൽക്കാൻ പറ്റില്ല, തോന്നിയ വിലക്ക് വിൽക്കാൻ പറ്റൊന്നുമില്ല. അങ്ങനെ തോന്നിയ വിലക്ക് വിറ്റിട്ടൊന്നും ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അത് കച്ചവടക്കാർക്ക് ബാധിക്കും. ഇവരെല്ലാരും ഒരു ഇതായിട്ട് നിൽക്കണേ. പക്ഷെ ഞാനും പണ്ട് അങ്ങനെ വിചാരിച്ചു ആകെ ഒരു കഷണ്ടിയും ഒരു അണ്ടിപ്പരിപ്പ് ഇത് ഈ ഒരു മാത്രം. പക്ഷെ ഇതിലും പല ക്വാളിറ്റീസ് ഉണ്ട് ഇല്ലേ, ഇഷ്ടം പോലെ ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും A1 ക്വാളിറ്റിയാണ് ഇവിടെ. അങ്ങനെ തന്നെ, അതിലൊരു മാറ്റില്ല. അപ്പൊ ഇത് നെയ്യ് കൊണ്ട് ഇങ്ങനെ വറുത്തിട്ട് സ്വന്തം വീട്ടിൽ നമ്മുടെ വീട്ടിലത്തെ കൈപ്പുണ്യൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം ചെയ്യുന്ന ഒരു ഫീലാണ്. അതായത് നമ്മുടെ എയർ ഫ്രയറിൽ ഇട്ടിട്ട് വെള്ളം വറ്റിച്ച് കളയും. അപ്പൊ അതിന്റെ തൂക്കം ഒന്നും കുറയും. എന്നിട്ട് അതിലേക്ക് മുളക്, നെയ്യ്, ഉപ്പ് എൻ്റർ ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. പക്ഷെ ഇത് വെക്കേണ്ട താമസമുള്ള കേട്ടോ. 2-3 ദിവസം അപ്പോഴേക്ക് ഐറ്റം കഴിഞ്ഞിട്ട് വേറെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കലില്ല. കാരണം 4-5 ദിവസം എല്ലാം ഇത് വെറുതെ പറയണതല്ല, നിങ്ങൾക്ക് തന്നെ വന്ന് നോക്കാം. ഇനിയിപ്പോ ഇത് പൊട്ടിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതിന്റെ ഐറ്റം ഇവിടെ ഇരിക്കണം. വേറെ പോലെ സംഭവം അതിന്റെ ആവശ്യമില്ല. നമ്മൾ കച്ചവടം ഞാൻ ഇരിക്കണം, പറ്റിക്കാനല്ല ഇരിക്കണം. അടുത്തേക്ക് കിടന്നല്ലോ. ഇനി ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് നാടൻ തേനുണ്ട്. നാടൻ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ തേന് തേനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോസസ് ചെയ്തിട്ടുള്ള തേനാണ്. അതായത് ഇതിന്റെ വെള്ളം വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ വെള്ളത്തിന്റെ അംശം വളരെ കുറവായിരിക്കും. ഇത് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ്, വെള്ളം വറ്റിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഹാർഡ്നെസ് നോക്കി അറിയാം. നല്ല തിക്ക് ഉണ്ടാവും, നല്ല കട്ടിയായിരിക്കും. ഇത് ഇപ്പൊ എത്ര 500? ഇത് 1 kg ആണ്. ഇത് 1 kg 360 രൂപയാണ് കിലോന് വില. സാമ്പിൾ ഞാൻ കാണിച്ചു, മാഡം കഴിച്ചു നോക്ക്. സാമ്പിളൊക്കെ വെക്കൂലേ? സാമ്പിൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താന്നുള്ളതാണ്. കറക്റ്റ്. തേനൊക്കെ എനിക്ക് വീക്ക്നെസ്. ഈ രാവിലെ നമുക്ക് ഇടുമ്പോൾ തന്നെ കട്ട് ചെയ്ത് നോക്കിയൊന്ന് ഹാർഡ്നെസ് നോക്കി. ഒരു മിനിറ്റ്. വെള്ളം വറ്റിച്ചിട്ടുള്ള ഒഴിക്കുമ്പോ ആ ഒരു കട്ടി കണ്ട. സാധാരണ ഇത്ര ഇത് വരില്ല. എന്തായാലും തേൻ കൂടുതൽ. സാധാരണ നമ്മൾ രാവിലെ ഞാൻ തേൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളാ. മാർക്കറ്റിൽ നിന്ന് ഡൂപ്ലി മേടിച്ച് തോറ്റു. കാരണം അത് വെറും പഞ്ചസാര വെള്ളമാണ്, കളർ കയറ്റിട്ട് കാരമൽ എന്നൊക്കെ പറയും. പക്ഷെ ഇത് ഒറിജിനൽ. കുറ്റം പറയാൻ വേണം. ഒന്നും പറയാനില്ല. 917 ആണ്. ഒന്നും വിചാരിക്കുന്നത് ഒന്നും വിചാരിക്കുന്നത് ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ. A1 917. അപ്പൊ ഇത് ഒറിജിനൽ തേനാണ്, നമ്മുടെ നാടൻ തേൻ. പാലക്കാട് ഇത്തിരി മഴയ്ക്ക് ഇത്തിരി പ്രോബ്ലം ഉള്ള സ്ഥലമുള്ള. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വെള്ളത്തിന്റെ അംശം കുറയും. അപ്പൊ അതുകൂടെ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് എത്ര ശരിക്കുള്ള റേറ്റ്? 1 kg 360. അപ്പൊ കുറവാണല്ലോ ശരിക്കും. വില കൂട്ടി വെക്കാൻ 400 പറഞ്ഞാൽ വിൽക്കും. 10 വെക്കണോടത്ത് 5 വിൽക്കുള്ളൂ. 500 പറഞ്ഞാൽ വിൽക്കും. 5 വെക്കണോടത്ത് 1 വിൽക്കുള്ളൂ. വില കൂടുന്തോറും വിൽപ്പന ഉണ്ടാവില്ല. അപ്പൊ മര്യാദ വിലക്ക് വിറ്റ് ക്ലിയർ ചെയ്ത് പുതിയ ഐറ്റം വരുത്താം. പുതിയ ഐറ്റം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് ആയിരിക്കണത്. ആ സ്റ്റോക്കും നോക്കണ്ട, കഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കും. അപ്പൊ 500, 1000 250 അങ്ങനെയാണ് 4 അളവാണ് വരുന്നത് കേട്ടോ. അപ്പൊ 250 ഗ്രാമാണെങ്കിൽ 100 രൂപ ടാക്സ്. 500 ഗ്രാമാണെങ്കിൽ 185. അപ്പൊ ഒറിജിനൽ തേൻ കുറെ പേര് അന്വേഷിച്ചത്. ഞാൻ പല സ്ഥലത്തേക്ക് പോകുമ്പോ കുറവ് പേര് ഇത് പക്ക തേൻ ഒറിജിനൽ തേനൊക്കെ എവിടെ നിന്ന് കിട്ടും, നാടൻ തന്നെ. അപ്പൊ അത് ഇവിടെ കിട്ടും കേട്ടോ. സാധാരണ ഇതൊക്കെ വീട്ടുകളിൽ അവിടെ ഇവിടേക്ക് അന്വേഷിക്കില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് കിട്ടില്ലല്ലോ. ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഇത് ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല ഇനിയും ഐറ്റംസ് ഉണ്ട്. എന്തായാലും കസ്റ്റമേഴ്സ് ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞത് ഇത് ഫേമസ് ആയിട്ടുള്ള സ്ഥലം, അവർ കട്ട് എടുക്കാണ്ട് പറ്റില്ല. കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കസ്റ്റമേഴ്സിന്റെ നല്ല തിരക്കാണ്. അത്യാവശ്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യണത് തന്നെ. ഇതിന്റെ ഇടയിൽ വേറൊരു പുതിയ വ്യക്തിയും കൂടി വന്നിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടണ്ടേ നമുക്ക്? ആരോ എന്താന്നൊക്കെ പറയും. ഫാമിലിയാണ്. ഫാമിലി ആണെന്നല്ല, എന്റെ സ്വന്തം ഭാര്യയാണെന്ന് പറയാം. മിന്നിന്ന പേര്. ഇപ്പൊ ഞങ്ങള് ഫാമിലി മെമ്പേഴ്സാണ് അതിലും കൂടുതൽ ശ്രദ്ധിക്കണേ. ഇവിടെ ഞങ്ങൾക്ക് ജോലിക്കാരെ തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ല.
അതുപോലെ ആർഭാടങ്ങൾ വളരെ ലഘുവാണ്. ആർഭാടങ്ങൾ കൂടുമ്പോൾ അവർ ജോലിക്കാരുടെ നമ്പർ കൂടുമ്പോൾ എക്സ്പെൻസിന്റെ പാർട്ട് വളരെയധികം കൂടും. നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾ പണിയെടുക്കുക, സാലറി കൊടുക്കാനും വാടക കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഈ സ്ഥലമാണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലം. ഞങ്ങൾക്ക് എക്സ്പെൻസിന്റെ പാർട്ട് ഏറെക്കുറെ 0 ആണ്. അതുകൊണ്ട് ലാഭം കണ്ണും പൂട്ടി ഞങ്ങൾ വില കുറച്ച് വിൽക്കും. അപ്പൊ നമുക്ക് ലാഭത്തിന് കിട്ടും. ഞങ്ങൾക്ക് അല്ല വില കുറച്ച് വിൽക്കും ഞങ്ങള്. അതപ്പൊ നമുക്ക് ലാഭത്തിന് കിട്ടില്ലേ? കസ്റ്റമറിന് അതിന്റെ നമുക്ക് പറയുമ്പോ ഞാൻ കസ്റ്റമറല്ലേ, കസ്റ്റമറിന് അതിന്റെ ബെനിഫിറ്റ് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാൻ പറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഫുൾ ഫാമിലി തോന്നി വിലക്ക് വിൽക്കാന്നുള്ള ഒരു എയിം അല്ല. അപ്പൊ ഫുൾ ഫാമിലി. മോനും ഉണ്ട് കേട്ടോ, മോൻ പുറത്താണ്. അപ്പൊ ഫുൾ ഫാമിലി. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 2 പേരും, മോളുണ്ട്. ഒരു മോളുണ്ട്. മോള് എന്താ ചെയ്യണേ? ഓക്കെ. ഇവര് ഫുൾ ഫാമിലി ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സാധാരണ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇന്റീരിയർ ലൈറ്റ് സെറ്റപ്പ്, AC ആദ്യത്, പിന്നെ സ്റ്റാഫ്മാരെ കൂടുതൽ. അപ്പൊ ആ പൈസയൊക്കെ ഈ സംഭവത്തിൽ കയറും. ഇവിടെ ആവുമ്പോ ആ ഒരു സംഭവം ഉണ്ടാവില്ല. നമുക്ക് ശരിക്കും ആ റേറ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇതിപ്പോ ആർഭാടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി 2-3 ലക്ഷം രൂപ ചെലവാക്കണം. AC, നല്ല ഫർണിഷിങ്, അത് ചെയ്യണം. അപ്പൊ ആ ഫണ്ട് ആരും കളക്ട് ചെയ്യാം? കസ്റ്റമറിനെ കളക്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും AC വെക്കാനായിട്ട് കറണ്ട് ചാർജ് ആരും കളക്ട് ചെയ്യാം? കസ്റ്റമറെ കളക്ട് ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് ആകെ 2 മാസത്തിൽ കറണ്ട് ചാർജ് വരുന്നത് ആകെ 1100 രൂപ. AC വെച്ച സംഗതി 6000 കയറും. ഞാൻ ആരും കളക്ട് ചെയ്യും? ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇവിടെ ക്വാളിറ്റി ഉള്ളതും നല്ല റേറ്റ് കുറവിനും അതുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ പിസ്തയുടെ കാര്യം പറഞ്ഞപ്പോ ഈ പൊട്ടിയ പിസ്ത, പൊട്ടിയതല്ല, തോട് കളഞ്ഞിട്ട് ഉപ്പില്ലാണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ഉപ്പ് പാടില്ല എന്ന നിലപാടിൽ, തോട് പാടില്ല നിലപാടിൽ. ഇത് കിലോ 2000 രൂപയാണ് വില. ഏറ്റവും നല്ല പിസ്ത തോട് കളഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോ ഗ്രീനും റെഡും രണ്ടും കൂടിയിട്ട് മിക്സ്. അത് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് അത് മുഴുവൻ ഞങ്ങൾ പറയാൻ ആളല്ല. കാരണം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നതാണ്. ഇത് നമ്മള് ഉണ്ടാക്കണതോ നമ്മള് ചെടിയിൽ നിന്ന് നമ്മൾ പിസ്തയുടെ കുരു തന്നെയാണ്. ഉറപ്പായിട്ട് കുരു അത് ആ കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇതും 2000 രൂപയാണ് കിലോന് വില. 2000 രൂപയാണ് വരുന്നത്. 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ 2100 കണക്കാക്കിയിട്ട് 100-ന് 210 കൺസിഡർ ചെയ്യും. ഇനി ഒരു 15ന്റെ മുകളിൽ നമുക്ക് ഡേറ്റ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പലതരം 15ഓളം തരം ഡേറ്റ്സ് എപ്പോഴും ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതൊന്നും നോക്കിയാൽ, അതായത് 150 രൂപ കിലോന് മുതൽ 1450 രൂപ വില വരുന്ന ഡേറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അതായത് വലിയ ഷോപ്പുകളിലുള്ള ഒരുമാതിരി എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. 99% തികച്ചുണ്ടായിരിക്കും. ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകേണ്ട അവസരം പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പൊ കുറച്ച് നേരത്തെ കസ്റ്റമേഴ്സ് വന്നവരൊക്കെ ഇങ്ങനെ ആയിട്ട് കൊണ്ടുപോകണത് പറയാനില്ല. എനിക്ക് അവരെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാട്ടോ അവര് വേണ്ടെന്ന് പറഞ്ഞ കാരണം. നമുക്ക് അങ്ങനെ എടുത്ത് ചില കസ്റ്റമേഴ്സിനെ കാണിക്കാനും പാടില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് ഡേറ്റ്സിലേക്ക് കടന്നാലോ? ഇതാണ് ഫുൾ ഡേറ്റ്സ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ കടയിലേക്ക് ഞങ്ങൾക്ക് ഡേറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് പരിശീലനം തന്നിട്ടുള്ള ഇമ്പോർട്ടർമാരാണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഈ സാധനം കൊല്ലത്തിൽ 1 മാസം മാത്രമേ ക്രോപ്പുള്ളൂ. ബാക്കി എല്ലാ കാലഘട്ടത്തിലും കോൾഡ് സ്റ്റോറിലാണ് ചരക്കിരിക്കുക. അപ്പം നമ്മൾ ഈ ഇമ്പോർട്ടർമാരിൽ നിന്ന് ചരക്ക് എടുക്കുള്ളൂ. ലോക്കൽ പർച്ചേസ് ഞങ്ങൾക്ക് ഇല്ല, ബൾക്കായിട്ട് എടുക്കുള്ളൂ. ചരക്ക് വന്ന് നേരെ കൂളർ കൊണ്ടിടും. നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ കൂളറിൽ ഫ്രിഡ്ജ് വെക്കാനുണ്ടോ? ഈന്തപ്പഴം വെക്കാൻ കണ്ടിട്ടുണ്ടോ? ഇത് മുഴുവൻ ഈന്തപ്പഴങ്ങളാണ് അതിനുള്ളിൽ. അപ്പൊ ഇത് ഫുൾ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ഈന്തപ്പഴങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം 365 ദിവസം കോൾഡ് സ്റ്റോറിൽ വെക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഈ സാധനം കേട് വന്നിട്ട് കസ്റ്റമർ കിട്ടാൻ ഇടവരും, പോയ സ്പീഡിൽ മടങ്ങി വരാൻ ഇടവരും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, സാമ്പത്തിക പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂളർ മെയിൻറ്റെയിൻ ചെയ്യണത്. ഇത് മാത്രമല്ല വേറെ 2 കൂളർ കൂടി എൻ്റെ കയ്യിലുണ്ട്. അതായത് നമ്മൾ എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുള്ളൂ. ഇതൊന്നും നമുക്ക് തുറന്നു നോക്കിയാലോ എന്താ സംഭവങ്ങള്. അപ്പൊ ഈത്തപ്പഴം പലതരം ഈത്തപ്പഴം ഉണ്ട്, പല പേരിലുണ്ട്. ഇതിനെ കുറിച്ച് പറയാം, നമുക്ക് തുറന്നു നോട്ടെ. ബരാറി. ബരാറി ഞാൻ ഇങ്ങോട്ട് നീങ്ങിക്കാം. 150 രൂപ പെർ kg. കാണിച്ചത് മോളെ, സാമ്പിൾ കൊടുക്കുക. മഞ്ഞല്ലേ? മഞ്ഞ ആയിക്കോട്ടെ. ഇത് പെരുന്നാളുകൾക്ക് കിട്ടുന്ന പഴമല്ല, അതിനേക്കാൾ ബെറ്റർ ആണ്. 150 പെർ kg. 150 കഴിച്ചു നോക്ക്. വില കുറവുണ്ടെന്നുള്ള പാപം മാത്രമല്ല, ടേസ്റ്റ് ഉണ്ടെന്നല്ലേ? കഴിച്ചു നോക്ക്, നേരിട്ട് കഴിച്ചു നോക്ക്. മൊത്തത്തിൽ അങ്ങോട്ട് ഇടാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ ഈത്തപ്പഴം ഞാൻ കറുപ്പ കഴിച്ചിട്ടുള്ളത്. ഇതിന് എന്താ ടേസ്റ്റ്? ബരാറി എന്നതിന്റെ പേര്. 150 ഓൺലി. വില കുറവുണ്ടെന്നൊരു കുഴപ്പം മാത്രമല്ല. ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ലല്ലോ. എന്നാൽ മറ്റുള്ള ഈന്തപ്പഴത്തിലേക്ക് ഒരു പൊടിക്ക് കുറവ്, അതായത് മധുരം കുറവ് മതി എന്ന് പറയുന്ന ആവശ്യപ്പെട്ട് വരുന്നവർക്ക് ഇതാണ് ഞങ്ങള്. ഈത്തപ്പഴത്തിനും കുരുണ്ട്, ഈ ഈത്തപ്പഴത്തിനും കുരുണ്ട് കേട്ടോ. വലിയ മാറ്റമൊന്നുമില്ല, ടേസ്റ്റിനും കുറവില്ല. ഇത് 150 രൂപ. ഓൺലി 150. ഓൺലി 150 കേട്ടോ ഈത്തപ്പഴത്തിന്റെ വില. ഇത് ഒരു തരായി. ഒരു തരം. നെക്സ്റ്റ് കാണിച്ചേ. ഇത് അടച്ചു വെച്ചേ. 270 കാണിക്കുമോ? അപ്പൊ ഇത് ഇവിടുന്നാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. 1000 വരെ പോവും. 1450 വരെ പോവും. 270. ഇനി 270 കഴിച്ചു നോക്കണം കേട്ടോ. സാമ്പിൾ കഴിക്കണം നിർബന്ധമാണ്. സാമ്പിള്
ഇത് കറുപ്പ് 270. ഇറാൻ പഴം. ഇറാൻ ഞാൻ കേട്ടിട്ടുണ്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ ടിക്കറ്റ് ഇല്ല. സാമ്പിൾ നോക്കാൻ ഇത് ടിക്കറ്റ്. കുറച്ചുകൂടി ജ്യൂസി ആയിട്ടുള്ളത്. ഇത് കുറച്ച് ഡ്രൈ നേരത്തെ കഴിച്ചത്. ആ ഒരു മാറ്റങ്ങൾ. ഈത്തപ്പഴം എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ്, പക്ഷെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അതും 150 തൊട്ട്. ഇനി ഞാൻ വേറെ രസം പറഞ്ഞുതരാം. ഇപ്പൊ ഈത്തപ്പഴം കഴിച്ചു ഞാൻ എന്റെ വയറ് അതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞാൽ മതി. രക്തം വെക്കുന്നല്ലോ കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഡെയിലി 220 240 വിറ്റിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നുകൂടി ഡ്രൈ ആവും. അത് എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 220 240 തൽക്കാലം ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ. അതിൽ കൂരച്ച പീസുകൾ ചിലപ്പോൾ വരാറുണ്ട്. അപ്പൊ പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് കൊടുത്താൽ മതി എന്ന നിലയ്ക്ക് ഇത് ചെയ്യുന്നു. അപ്പൊ ഇത് 270 270. ഇത് തന്നെയാണ് ഞങ്ങൾ ഫ്രീ കൊടുക്കുന്ന ലോട്ടിലുള്ളത്. 1500 രൂപയ്ക്ക് മേടിക്കുമ്പോ ഫ്രീ കിട്ടുന്ന ഈത്തപ്പഴം കേട്ടോ. 200 ഗ്രാം 200 ഞാൻ കൊടുക്കും. 270 രൂപ കിലോന് വരുന്നത്. അപ്പൊ ഇത് ഈ ഒരു തരം പല തരം വരുന്നുണ്ട്. ഇനി അടുത്ത ഐറ്റം നോക്കാം. 290 കാണിക്കാൻ എടുക്കുക. ആവേശം കൂടിട്ടോ, അത് കഴിച്ചു വരുമ്പോ ടേസ്റ്റ് കൂടുമ്പോ. ഇപ്പൊ ഇത് മധുരം കുറച്ചുകൂടി കൂടി. ഇനി ഇതാകുമ്പോ പിന്നെ മധുരം കൂടും. ജ്യൂസി ആയിരിക്കും. ഇത് ഒന്നുകൂടി ജ്യൂസി കൂടും. ഇറാന്റെ തന്നെ 290 ആണ് ഇതിന്റെ വില. ചെള്ളുണ്ടോ നോക്ക്. ചെള്ളൊക്കെ ഞാൻ കൂളറിൽ വെക്കണേ. ചെള്ളൊന്ന് ഉണ്ടെങ്കിൽ അതിനെ അറിയിക്കും. ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കുരു തന്നെ കാണാല്ലേ, ചെറിയൊരു ഇത്. ഇപ്പൊ കുറച്ച് ജ്യൂസി. അതെ, കുറച്ച് ജ്യൂസി, കുറച്ച് നല്ല കുറച്ചുകൂടി ജ്യൂസിയാണ്. ഇതൊന്ന് കഴിച്ചോട്ടെ. കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. മറ്റേതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ്. രണ്ടു പേര് വില കൂടും. രണ്ടിന്റെ പേര് സെയിം തന്നെ. ഇറാൻ ചെറുക്കൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് വരുന്നതാ നല്ലതെന്നാ പറയണേ. അങ്ങനെയല്ല, സോഫ്റ്റ് ചിലർക്ക് സോഫ്റ്റ് ഇഷ്ടം, ചിലത് ഹാർഡ് ആയിട്ടുള്ള ഇഷ്ടം, ചിലർക്ക് മീഡിയം ജ്യൂസ് ഇഷ്ടം. പല വിധത്തിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ ഈത്തപ്പഴത്തില് ജ്യൂസിയാണോ? ജ്യൂസിയാണ് കുട്ടികൾക്ക് വേണ്ടി അധികം കൊണ്ടുപോകാം. ചെറു കൊച്ചുങ്ങൾക്ക് വേണ്ടി. ഷേക്ക് അടിക്കാൻ ഷേക്ക് അടിക്കാനൊക്കെ സീനിയേഴ്സിന് ജ്യൂസ് വേണമെന്ന് അങ്ങനെ എല്ലാവരും നിർബന്ധം പറയില്ല. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ഓരോ ഇഷ്ടം. പക്ഷെ എല്ലാ ഐറ്റം നമ്മുടെ ഇവിടെ കിട്ടും. അടുത്തത് 310 300 ഇവിടെ ഇരിക്കണ ഈ ബോക്സ് നോക്കണ്ട കേട്ടോ. സാധനം നമുക്ക് ഇത് കഴിയുന്നതിനനുസരിച്ചിട്ട് പുതിയ സാധനങ്ങൾ ഇറങ്ങി പോവില്ല ഇവിടുന്ന് ആരും. അതെ, ഇത് 310 രൂപ. ഒന്ന് പൊളിച്ച് കഴിച്ചു വെക്കാൻ. ഭയങ്കര സോഫ്റ്റ്. അതിൽ വല്ല ചെള്ള എന്തെങ്കിലും ഒന്നുമില്ല, ഒരു കംപ്ലൈന്റും ഇല്ല. ഇതും അത്യാവശ്യം കൂളല്ലേ. ഇതിലിപ്പോ നമ്മള് ഇത് ഉള്ളിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളതാണ്. ഇത് തണുപ്പുണ്ട്. അങ്ങനെ വേണം. ഫ്രിഡ്ജിൽ എപ്പോഴും വെക്കണം. അതായത് ചരക്ക് വാങ്ങി കൊണ്ടുവന്നവര് കൂളറിൽ വെക്കാവൂ, ഫ്രീസറിൽ വെക്കരുത്. പക്ഷേ ഇനി ഫ്രീസറും ഫ്രിഡ്ജൊന്നും ഇല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് കുരു കളഞ്ഞിട്ട് ഡപ്പിയിട്ട് വെക്കാമെന്ന് പറയുന്നുണ്ട്. കേടുവരാൻ സാധ്യത കുറയ്ക്കാൻ. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂളറിലാണ്. സീറോ റിസ്ക് ആണ്. സാധാരണ കൂളറിൽ അങ്ങനെ വെക്കുന്ന കണ്ടിട്ടില്ല. അങ്ങനെ വേണം. അത് ചിലർ അറിഞ്ഞിട്ട് വെക്കാത്തവരുണ്ട്, ചിലർ അറിയാതെ കൊണ്ട് വെക്കാത്തവരുണ്ട്. അല്ല, ഇതിന് ചെലവ് കൂടുതൽ എങ്ങനെ വെക്കുമ്പോ ചെലവ് നോക്കരുത്. നമ്മൾ കച്ചവടം ചെയ്യായിരിക്കുമ്പോ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള. മറ്റുള്ളവർ ചെലവ് നോക്കാണോ കാരണം അവര് വെക്കാണ്ട് ചെലവ് നോക്കാൻ ഞാൻ പറയില്ല. അവർക്ക് ചിലപ്പോൾ അതിനുള്ള സമയമില്ലാതെ കണ്ടായിരിക്കും ഒരു. പക്ഷേ നമ്മൾ സമയം പോകണം നോക്കില്ല. നമ്മള് എന്തായാലും കൂടുതലുള്ള സ്റ്റോക്കുകൾ ആ കാര്യം നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരും. സാധനം കേടുവരും. അതൊന്നും കുഴപ്പമില്ല. താഴെ കിട്ടും. താഴെ കിട്ടും. ഓക്കെ, എന്തായാലും സംഭവം അടിപൊളിയാണ്. ഞാൻ ആ ഒരു കേൾവി കേട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് അല്ല ഇത് കുറച്ചുകൂടി സത്യമാണ്. നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഫീലിംഗ്. നമ്മൾ ഈത്തപ്പഴം ഞാൻ ആകെ 2-3 തരം അജ്വാനാണ്. അതാണ് കൂടുതലും ഞാൻ മേടിക്കാറുള്ളത്. കാരണം എനിക്ക് ബ്ലഡ് ഇത്തിരി കുറവായിരുന്നു. പക്ഷെ ഇത്രയും ഈത്തപ്പഴം എനിക്ക് ജ്യൂസി അങ്ങനെ വലിയ ടേസ്റ്റ്. പക്ഷെ ഇവിടെ വന്നപ്പോ അതും കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അതിലേക്ക് മാറാം. എന്തായാലും ഇത് 3ാമത്തെ ആയി. അന്ന് പേരുകള് പറഞ്ഞ നമ്മുടെ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം ഇറാൻ ഡേറ്റ്സ് എന്നിപ്പോ 3 കാണിച്ചു തന്നു. ഇത് 150 ബരാറി ഡേറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ അൾജീരിയൻ ഡേറ്റ്സ്, അജ്വ, മബ്രും, ആംബർ, കീമിയ മറിയണം. പിന്നെ സഫാവി, പിന്നെ മബ്ജൂൾ. ഇങ്ങനെ 15 എണ്ണം റെഗുലേറ്റ് എപ്പോഴും ഉണ്ടാവും. എങ്ങനെ ഒന്നോ ഒരു ഐറ്റം കുറയാം. ചിലപ്പോൾ ഒരൈറ്റം കൂടാം. ഇതൊരു ബോക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോട്ടോ. അങ്ങനെ കൊടുക്കും. ഒരു ബോക്സ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ വല്ല ആഘോഷങ്ങൾക്ക് വേണ്ടിട്ടോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ തരും. സാധനമൊക്കെ ഏറെക്കുറെ ഇപ്പം ഉണ്ട്. ഇത് ഇവിടേക്ക് വയ്ക്കാം. ഇതും വയ്ക്കാം. ഇത് നോക്കിയേ. ഇതിന്റെ പേരെന്താണ്? അൾജീരിയൻ ഡേറ്റ്സ്. തുറന്നേ. ഗോൾഡ്. ഇത് ഗോൾഡ് കളർ മഞ്ഞയാ. അപ്പൊ മഞ്ഞാണ് കറുപ്പാണോ ഏതാണ്? മഞ്ഞ, പക്ക മഞ്ഞ അല്ലേ? ഒരെണ്ണെടുത്ത മോളെ.
കഴിച്ചേക്ക് തുറന്നു നോക്കി അത് കേടുണ്ടോ. ഇത് കാണുമ്പോ ഇങ്ങനെ ഒരു ജ്യൂസി ഫീൽ ഉണ്ട്, പക്ഷെ എടുക്കുമ്പോ അത്ര ജ്യൂസി പല പഴുപ്പിൽ അത് വരാം. ചിലപ്പോ പച്ചക്ക് വരും, ചിലപ്പോ മീഡിയം പഴുപ്പ് വരും, ചിലപ്പോ നല്ല പഴുപ്പിൽ വരും, പല തരത്തിൽ വരാം. അപ്പൊ ഇതിന് ചെറിയൊരു സംഗതി ഉള്ളത്, പഴുപ്പ് കുറഞ്ഞാണെങ്കിൽ നമ്മുടെ പച്ചമാങ്ങ കഴിക്കണ പോലെ ഒരു പച്ചക്കുത്ത് വരും. അത് കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ ഇത് വാങ്ങാൻ പാടുള്ളൂ. മനസ്സിലായി. എനിക്കൊരു പച്ചക്കുത്ത് ഫീൽ ചെയ്തോട്ടോ. സാധാരണ മറ്റേ ആസ്വദിക്കുന്നവരുണ്ട്, പച്ചമാങ്ങ കഴിക്കുന്നവർ ഇഷ്ടം പോലെ ഇല്ലേ, അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ, അടിപൊളിയാ. എന്നാ പച്ചമാങ്ങ കഴിക്കാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ അതിൽ പെട്ടതാ ഞാൻ. പക്ഷെ എല്ലാ ഐറ്റം എല്ലാ വെറൈറ്റീസ് ഉണ്ടെന്ന്. ഇത് മധുരം അത്ര ഇല്ല കാര്യമായിട്ട്, ചെറിയ പച്ചക്കുത്ത് കുറയും. അപ്പൊ ഞാൻ പഴുപ്പ് കുറവുള്ളത് എടുത്തേക്കണം. പക്ഷെ എന്തായാലും എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അടുത്തത് ഇത് 320. എല്ലാം കൂളറിനെടുത്ത് തരണതാ. കറുപ്പ്, മഞ്ഞ, ഏതൊക്കെ പുത്തൻ പെട്ടി ഇപ്പൊ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോ വൈകുന്നേരം നമുക്ക് ഇത് കഴിയൂട്ടോ. ഇവിടെ ആൾക്കാർ ഇങ്ങനെ തിരക്കൊണ്ട് ഇത് ഇങ്ങോട്ട് നീക്കിയേക്കാം, എന്നാലും അതിന് മുകളിൽ വെക്കാൻ പറ്റുള്ളൂ. പുതിയ പെട്ടി പൊട്ടിക്കണോ. ഇതിന് എത്ര കിലോ വരുന്നത്? ഇല്ല, അത് 500 ഗ്രാമിന്റെ കാട്ടൺ ബോക്സുകളാണ്. 12 പെട്ടി ഉണ്ടായിരിക്കും. അങ്ങനെയാണ്, ലൂസ് പോലെ അങ്ങനെയല്ല. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും. ഞങ്ങള് സാമ്പിള് തരില്ല, കാരണം ഇത് കൃത്യമായിട്ട് എണ്ണം സെറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് മാഡത്തിന് സാമ്പിൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എണ്ണം പോയി പിന്നെ വിൽക്കാൻ പറ്റില്ല. കണ്ടാ ഇതിങ്ങനെ ക്യൂട്ടായിട്ട് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വേണ്ട. പാക്കിംഗ് തന്നെ കണ്ട അത് ശരിക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും പറ്റും. കുറച്ചും ബോൾഡ് ആണ്, ഈറാമ്പാടം തന്നെയാണ്, പക്ഷെ ബോൾഡ് ആണ്. കുറച്ചുകൂടി റേറ്റ് ഇത് റേറ്റ് അധികം വ്യത്യാസം ഒന്നുമില്ല. 165 റുപ്യ 1/2 കിലോന്. 1/2 കിലോന് 165. അപ്പൊ 330 രൂപ. പക്ഷെ ഇങ്ങനെ ഭംഗിയായിട്ടുള്ള പെട്ടിയിൽ കിട്ടുന്നുണ്ടല്ലോ. അതെ അതെ, പാക്കിങ്ങിനാണ് കാശ്. കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കും ചരക്ക്, ഇറാൻ പഴം തന്നെ. പിന്നെ പാക്കിന്റെ സെറ്റ് ചെയ്യാൻ അവർക്ക് ലാബർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് 1/2 കിലോന്റെ 1/2 കിലോന്റെ പാക്കറ്റ്. ആരാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഉണ്ടാവുള്ളൂ അല്ലേ. 1/2 കിലോന് എത്രയാണ്? 165, 165. അപ്പൊ ഇങ്ങനെ ഒരു പാക്കിംഗ്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കണവർക്ക് ഇപ്പോഴത്തെ പറ്റിയ സമയമാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സമയമാണ്. അതങ്ങനെ. അപ്പൊ ഇത് ലൂസായിട്ടില്ല, ലൂസായിട്ട് കൊടുക്കില്ല. ശരിയാവില്ല. അതങ്ങനെ പാക്കിംഗ് ആണ്. സുക്കരി എടുക്കുമോ? അടുത്തത് സുക്കരി അല്ല, എന്താ കാണുന്നത്? ഇത്ര മാത്രം ഡേറ്റ്സിന്റെ വെറൈറ്റീസോ. ഇത് മാറ്റിയേക്കാം. ഇനി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മാഡം കഴിക്കുക. ഇത് മഞ്ഞ കഴിച്ചു നോക്ക്, ഇതിന്റെ രുചി നോക്ക്. ഇത് കഴിച്ചു ജ്യൂസിയാണ്. ജ്യൂസി മാത്രല്ല, എന്റെ മധുരം നോക്ക്. സീനിയേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഷുഗറിന്റെ പ്രോബ്ലം ഒരാളെ കൊണ്ടുപോയെന്ന് പറയും. ഇത് ഷുഗർ കയറ്റിയിട്ടുള്ളൊന്നല്ല, തെറ്റിദ്ധരിക്കും. ഷുഗർ കയറ്റിയിട്ടുള്ള തെറ്റിയിരിക്കും, അതൊന്നും നടക്കില്ല. മധുര. അപ്പൊ കുട്ടികളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞ സാധനം മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി പോലും സാധനം കാണില്ല. നല്ല മധുരം. ചോക്ലേറ്റ് കഴിക്കണേക്കാളും നല്ല മധുരം കേട്ടോ. 400 രൂപ. ഇത് പിള്ളേർക്കൊക്കെ ഇനി മിഠായി ഇതുപോലെ കർലാസിൽ പൊതിഞ്ഞിട്ട് ഇത് വെച്ചു കൊടുത്താൽ മതി. ഷേപ്പ്ലെസ് ആണ്, ജ്യൂസി ആയതുകൊണ്ട് ആ ഒരു ഷേപ്പ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ സാധാരണ ഈത്തപ്പഴത്തിന്റെ ഒരു ഷേപ്പ് അല്ല, എന്ന് വെച്ചാൽ എല്ലാം കൂടി തിക്കും ഇതായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? 400. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും സംഭവം കഴിക്കട്ടോ മൊത്തത്തില്. എന്താ ഈത്തപ്പഴം കഴിച്ചു വയറെന്ന് അറിയാം, അത്ര മാത്രം ഉണ്ട് കഴിക്കാനായിട്ട്. ഷുഗർ കൂടോ? അത്ര മാത്രം ടേസ്റ്റ് ഉണ്ട്. മഷ്റൂം, ഇത് സൗദി പഴമാണ്, ഇത് കഴിച്ചോക്കെ. ഇത് ജ്യൂസി അല്ല, പക്ഷെ നല്ല ക്യൂട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടോ. ഞാൻ കാണിച്ചു. ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? 450 രൂപ കിലോന്. 450. 450. കഴിച്ചു നോക്കണം, പൊളിച്ചു നോക്കണം. ഇത് കുറച്ച് ഡ്രൈ അല്ലേ? ഇത് കുറച്ച് ഡ്രൈ ആണ്. ഡ്രൈ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പല്ലുണ്ടല്ല കടിക്കാണ്. ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് അറിയാം, ഇത് കുറച്ചുകൂടി ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ മഷ്റൂക്ക്. 450 per kg. അത് നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. കാണുമ്പോ ഒന്നിനൊന്നും ഒട്ടിച്ച ഒരു ഫീലിംഗ് അല്ല. ജ്യൂസിക്ക് താഴെ സൗദിയുടെ പഴമാണ്. സൗദിയിലെ അല്ലേ? ഇത് 3 കിലോന്റെ പെട്ടി വരുന്നത്. ഇനി 3 കിലോന്റെ പെട്ടിക്ക് എടുക്കാൻ വരാണെങ്കിൽ വേറെ കൺസെഷൻ റേറ്റ് ഉണ്ട്, പിന്നെ പറയാം. അത് പിന്നെ പറയാം. എന്തായാലും ഇവിടെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണവർക്ക് അതിനൊരു സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യും. ഞാൻ അടുത്തെടുത്ത് 450. പിന്നെ അടുത്ത 700. 500 സഗായി. സഗായി എന്തൊക്കെ പേരുകൾ നോക്ക്. 500 രൂപ. കഴിച്ചോക്ക്.
അല്ല ആദ്യം കണ്ടിട്ട് ആസ്വദിച്ചിട്ടല്ലേ കഴിക്കുന്ന കാര്യം. സാധാരണ പ്രീമിയം കടകളിൽ ഉണ്ടാവുള്ളൂ. ഇത് എന്താ റേറ്റ് തന്നെ? ഇത് 500 രൂപ പെർ കെ ജി 500 അല്ലേ? തുറന്നു നോക്ക്, എടുത്ത് കഴിച്ച് പൊളിച്ച് തുറന്നു നോക്ക്, അതിൽ ഡാമേജ് വല്ല ഉണ്ട് നോക്ക്. ഞങ്ങളുടെ കയ്യിലുള്ള ചരക്ക് 99% ഡാമേജ് എന്തായാലും വരില്ല. കാരണം ഇത് 2 ദിവസം 3 ദിവസം നമ്മൾക്ക് ഇത് കഴിയും. പിന്നെ മാത്രല്ല കൂളറെ വെക്കുള്ളൂ, അതുകൊണ്ട് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഇല്ല. തട്ടിയിടുന്ന പരിപാടി ഇല്ല, പുറത്ത് ഒതുക്കി വെക്കുന്ന പരിപാടി ഒക്കെ കൂളറിലേക്ക് ഇറക്കിടും. പുറത്ത് ഇപ്പൊ നമ്മളായാലും ഒരു ടിപ്പായിട്ട് ചോദിക്കാണ് കേട്ടോ. നമ്മളായാലും ഇപ്പൊ വീട്ടിൽ കൊണ്ട് നമ്മളിത് ഫുൾ ഒരു ദിവസം കൊണ്ട് തിന്ന് തീർക്കില്ലല്ലോ. ഫ്രിഡ്ജിൽ വെക്കണം, നിർബന്ധമായിട്ട് വെക്കണം. ആ കാര്യത്തിൽ നിർബന്ധമായിട്ട് വെക്കണം. ഇതൊരു ടിപ്പായിട്ട് എടുത്തോട്ടോ. എല്ലായിടത്തും പറ്റുന്നില്ലെങ്കിൽ ഫ്രിഡ്ജില്ലെങ്കിൽ കുരു കളഞ്ഞിട്ട് മാറ്റി വെക്കണം എന്നാണ് പുറത്തുനിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള അറിവ്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഫ്രിഡ്ജില്ലാത്ത ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കുരു കളഞ്ഞ് മാറ്റി ജാറിലിട്ട് വെക്കേണ്ടി വരും. അടി മനസ്സിലായ? അവർക്ക് അതിൽ പറ്റും. ഫ്രിഡ്ജ് ഹോസ്റ്റലിൽ വെക്കാൻ സാധിച്ചോളന്നില്ലല്ലോ. അപ്പൊ അവിടെ സൗകര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കുരു മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഡബ്ബയിൽ സൂക്ഷിച്ചു വെക്കാം. എന്തായാലും സൗകര്യം ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ള കാര്യം 100% ഉറപ്പ്. നിർബന്ധമാണ്. ഇതിന്റെ റേറ്റ് 500 രൂപ. കഴിച്ചിട്ട് എന്ത് അഭിപ്രായം പറഞ്ഞില്ല? ഇതിപ്പോ എല്ലാം കൂടി കഴിക്കുമ്പോഴേ അങ്ങനെ പറയാൻ പാടില്ല. എല്ലാത്തിനും ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ? അല്ല, ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വേണം അടുത്തത് കഴിക്കാൻ. ഒരു കട്ട് ഒരു വെള്ളം കുടിച്ചിട്ട് ഞാൻ അടുത്ത ടേസ്റ്റ് പറഞ്ഞു. വെള്ളം പറയുമ്പോഴേക്കും വെള്ളം എത്തിക്കട്ടോ. സാധാരണ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം കുടിച്ചിട്ടാണ്. എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ടേസ്റ്റിന് അറിയില്ല. എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ. ഓരോന്നിനും ഓരോ മാറ്റങ്ങളും അല്ലേ? വേറെ രുചികളാ. ഇപ്പൊ നമ്മള് മാങ്ങയില് ഡിഫറെന്റ് ടൈപ്സ് ഇല്ലേ? പിന്നെ മൽഗോവ ഉണ്ട്, ചക്രമാങ്ങ ഉണ്ട്, പുളിയമാങ്ങ ഉണ്ട് ഇല്ലേ? അതേപോലെ ഈ ഈന്തപ്പഴത്തിലുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള 30-40 ടൈപ്പ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. 40 ഉണ്ടെന്ന് കേട്ടാണ്. പക്ഷെ നമുക്ക് ഇവിടെ വിൽക്കാവുന്ന വിധത്തിലൊരു 15 18 വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചില റയർ ഇനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിറ്റ് പോകില്ല. ഈ 2000 രൂപ അബവ് വരുന്നതൊക്കെ വിൽക്കാൻ പ്രയാസം വരും. അപ്പോൾ അത്രത്തോളം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആവശ്യക്കാർ വരാണെങ്കിൽ അതും വയ്ക്കും. അതിനൊന്നും ഒരു മടിയും കാണിക്കില്ല. ആവശ്യക്കാർ വരണനുസരിച്ച് ചരക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടി തുടങ്ങിയത്. ഫസ്റ്റ് 2 ടേസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇത് ഒന്നുകൂടി ടേസ്റ്റ് കൂടി തുടങ്ങി. മധുരം അടിപൊളി. ഇനി അടുത്തേക്ക് ആവശ്യമായി കഴിക്കാനായിട്ട് അടുത്തതോടെ. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കഴിച്ചതിന്റെ റേറ്റ് 500 രൂപ. സഗായി ട്ടാ. ഇത് സഗായി ഈ സംഭവം 500. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ ഞാൻ ബോൾഡാണ്. ഇത് തന്നെ ബോൾഡ് അല്ലെങ്കിൽ വില കുറയും. അങ്ങനെയുണ്ട്. ബോൾഡ് ആയിട്ടുള്ള വില കൂടുതൽ. അങ്ങനത്തെ ഒരു മാറ്റങ്ങളൊക്കെ അതിൽ വരും അല്ലേ? ഓക്കെ. അത് ഓരോ സമയത്ത് വരുന്നതിനനുസരിച്ചിട്ടാ. അപ്പൊ സെക്കൻഡ് ഐറ്റം അല്ല ഉദ്ദേശിക്കണേ. സെക്കൻഡ് വലിപ്പം ചെറുപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഐറ്റം ഒരിക്കലും ചോദിച്ചു മേടിക്കില്ല വേണ്ട. വലിപ്പം കുറവുകൊണ്ട് വില കുറഞ്ഞ ഐറ്റം ചിലപ്പോൾ മേടിക്കേണ്ടി വന്നേക്കാം. അറിഞ്ഞുകൊണ്ട് സെക്കൻഡ് താന്ന് പറഞ്ഞ സപ്ലയറോട് സപ്ലൈ പറയില്ലേ? ഇനി ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഇനി ഏതാ? സഫാവില്ല. ഇവൻ ഞങ്ങൾ ആദ്യത്തെ പ്രീമിയം ആയിട്ടതാ. ഇവൻ മുന്തി ആയിട്ടാണ് കുറച്ചുകൂടി. കഴിച്ചു നോക്ക്. പാക്കിംഗ് കഴിച്ചു നോക്ക്. സഫാവി. ഇത് സൗദി പഴമാണ്. കുറച്ച് ജ്യൂസിയും കുറച്ച് ഹാർഡ്നെസ് രണ്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഹാർഡും അല്ല രണ്ടും അല്ല. ഞാൻ എന്തായാലും ഇത് പൊളിച്ച് നോക്കണം. കണ്ട കുരുവൊക്കെ പറയണ്ട, തന്നെ ചാടി പോണ്. ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല. അത് തന്നെയല്ല, കുരു തന്നെ അങ്ങോട്ട് ചാടി പോകണം. മറ്റേത് നമ്മൾ കൈകൊണ്ട് എടുത്ത് പറിക്കണം, ആ പരിപാടി ഇല്ല. അതായത് ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കൂളറിൽ മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ടാണ്. 700 രൂപ കിലോ. ഇതന്നെ വലുപ്പം കുറയാണെങ്കിൽ പിന്നെയും കുറയും. ഇനി ഇതിനേക്കാളും വലുപ്പം കൂടാണെങ്കിൽ കൂടാം. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പെട്ടി ശരിക്കും എത്ര കിലോന്റെ? 5 കിലോന്റെ പെട്ടി. 5 കിലോ എടുക്കുമ്പോ അതിന് വേറെ ഡിസ്കൗണ്ട് തരും. അല്ലാണ്ട് നല്ല ഡിസ്കൗണ്ട് കൊടുക്കും. നല്ല ഡിസ്കൗണ്ട് നമ്മൾ പെട്ടി പൊട്ടിക്കലും ഞാൻ എടുത്ത് കൊടുക്കും. അപ്പൊ അവിടെ ചില 5 5 അതാണ്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട. പക്ഷെ വേറെ കാര്യമുണ്ട്, ചിലപ്പോൾ ഇതുപോലുള്ള പീസുകൾക്ക് വരാം. പെട്ടി അടയ്ക്കുമ്പോൾ അതൊക്കെ അവരൊരു സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വില കുറച്ച് വെക്കുന്നത്. അതായത് പെട്ടി എടുക്കുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് 1-2 പീസ് അമ്മങ്ങണതാണ്, അല്ലാണ്ട് കംപ്ലൈന്റ് അല്ലാണ്ട്. അത് നമ്മള് പൊളിക്കാണ്ട് കൊടുക്കുമ്പോ അത് നിങ്ങൾ ഇങ്ങനെ തുറക്കുമ്പോ കാണുന്നത് അതെ. എന്തായാലും ഇത് ഒക്കെയും ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും വന്ന് നോക്കുക, ഫീൽ ചെയ്യുക. പിന്നെ വന്ന് നോക്കാത്തവർക്കാണെങ്കിൽ ഇപ്പൊ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കൊറിയർ പരിപാടി കൊറിയറിൽ അയക്കും. ഓൾ കേരള കൊറിയറിൽ അയച്ചു തരും.
പ്രൊഡക്റ്റിന്റെ വില പ്ലസ് കൊറിയർ ചാർജ് എത്രയാണോ അത്ര. അത്ര. അപ്പോൾ പരമാവധി കൊറിയർ ചാർജ് കുറഞ്ഞത് എവിടെയാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. കാരണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കില്ല എന്നറിയാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കൊറിയർ ചാർജിന് എന്നാൽ സേഫായിട്ട് എത്തണം എന്ന നിലപാടിൽ കൊറിയർ അയച്ചു തരും, ഉറപ്പായിട്ട് തരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പേരും അതിന്റെ റേറ്റും സംഭവം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തത് ഏതാ വമ്പൻ സാധനം എടുക്ക്. ആംബർ 1100. ഇത് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ള ചരക്കാണ്. ഏറ്റവും ആദ്യത്തെയും ഏറ്റവും അവസാനത്തെ റേറ്റും അല്ല, അവസാനത്തെ റേറ്റിലേക്ക് എത്താറായിട്ടില്ല, ഇനി വരാൻ ദോരം കിടക്കും. ഇനിയും കിടക്കുന്നു. ഇത് പുതിയൊരു ഐറ്റം ഞാൻ വെക്കാത്ത ഐറ്റാണ്, ഇന്ന് ആദ്യമായിട്ട് വെച്ചിട്ടുള്ള. സാധനമുള്ളത് കട്ടി മോനെ പൊളിച്ചപ്പോ ഞാൻ തന്നെ ഷോക്ക. ഇതാ എന്തത്? ആംബർ 1100 രൂപ കിലോ. കഴിക്കാറുണ്ട് കഴിക്കും. ഇത് ഒരെണ്ണം എടുത്താൽ തന്നെ പിന്നെ പറയാനുണ്ടാ. എന്തായാലും വലുപ്പത്തിലുണ്ട് കേട്ടോ സംഭവം. ചക്കച്ചോളയുടെ വലുപ്പ. ഓരോന്നിന്റെ വലുപ്പം നോക്കിയേ. ഇത് ഒരെണ്ണം മതി ധാരാളം. ഇതും ആ ഒരു കുരു പറയേണ്ട ആവശ്യമില്ല, ചാടി പോരും. ഒരു കേടൂല. അത് ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആംബർ എന്ന് പറഞ്ഞ പല വലുപ്പത്തിൽ മേടിക്കാൻ കിട്ടും. ഇതിൽ തന്നെ സൈസ് വ്യത്യാസമുണ്ട്. വലിപ്പം കുറഞ്ഞ റേറ്റ് കുറയും. വലിപ്പം കുറഞ്ഞ റേറ്റ് കുറയും. സാധനം ഒന്ന് തന്നെ. അതായത് ഇതിന് നമ്പർ ഓഫ് പീസസ് കൂടുമ്പോ കുരുവിന്റെ എണ്ണം കൂടും. നമ്മളെ വെറുതെ ആലോചിച്ചാ പോരെ, 10 എണ്ണത്തിന് 10 കുരു. ഇത് വലിപ്പം പറയുമ്പോ 20 എണ്ണം വരുമ്പോ 20 കുരു വരും. അടി മനസ്സിലായോ? അങ്ങനെയാണ് വില കുറഞ്ഞു വരാം. കച്ചവടം അങ്ങനെയാണ് എന്റെ വില കുറഞ്ഞിട്ട് ഒരു ഭാഗം. ഇത് 1200 അല്ലേ? 1100. എങ്ങനെയുണ്ട് സാധനം? പൊളി. ഒരെണ്ണം വരെ ഒരു 30-35 ഗ്രാം. സത്യം. ചക്കച്ചോളയുടെ നമ്മളൊരു ചക്കച്ചോളം തിന്നണം. എന്റെ ഒരു വലിപ്പമുണ്ട് കേട്ടോ, അടിപൊളി. എന്തായാലും ഇതൊരു ആംബർ 1100. ഒന്നുകൂടി വേണമെങ്കിൽ നോക്കി വെച്ചോ. സൈസ് കണ്ടോട്ടെ, സൈസും കണ്ടോ. ആംബർ എന്നാണ് പേര്. 1100. ഇത്രയ്ക്ക് വലിപ്പമുള്ളതിന് അതിന്റെ സൈസ് അനുസരിച്ചിട്ട് റേറ്റും മാറും. വലിപ്പം കുറയും. അപ്പൊ ഇപ്പൊ അപ്പൊ ഇതൊരു ഐറ്റം. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. അജ്വ 10 മാറ്റി സാധനം. ഇത് ഇന്ന് കൊണ്ടിട്ടുള്ള എന്താ രസം. പുതിയത് ഫ്രഷ് പൊട്ടിക്കാണ്. നമുക്കിവിടെ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനത്തെ ഐറ്റം ഒന്നുമില്ല. ഞാൻ വീണ്ടും പറയാണ്, ഇരുന്നാ 2-3 ദിവസം അതിന്റെ അപ്പുറത്തേക്ക്. ഇതിന്റെ എന്താ പ്രത്യേകത? ഇത് മെഡിസിൻ ഈത്തപ്പഴമാണെന്ന് പറയേണ്ടത് പിള്ളേർ ഉണ്ടാവാത്ത പാരന്റ്സിനുള്ള കൂടിയാണ്. കൗണ്ട് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതാണ്. 1050 രൂപയാണ് വില. അപ്പൊ ഞാൻ കഴിക്കട്ടെ. 4 പിള്ളേർ ഓൾറെഡി ഉണ്ട്. ചേച്ചി ചേച്ചി എടുത്തിട്ടില്ല. അത് പറഞ്ഞപ്പോ എടുത്തിട്ടില്ല. എന്തായാലും ഐറ്റം നോക്കണം. ഇത് തുറന്നു നോക്കണം. തുറന്നു നോക്കിട്ട് കുറച്ച് ജ്യൂസി ടൈപ്പ് അല്ലേ? ജനറൽ ആയിട്ട് ഇങ്ങനെ തന്നെ. കുറച്ച് ജ്യൂസി. കേടില്ല. ഇത് സംഭവം ഇങ്ങനെ തന്നെയാണ്. ഇത് പിന്നെ ഞാൻ ഓൾറെഡി കഴിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല മധുരം, നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. പൊതുവെ അത് ഹെൽത്തിന്റെ പർപ്പസിനുള്ള ആൾക്കാരെ കൊണ്ടുപോകുള്ളൂ, ജനറൽ പീപ്പിൾസ് കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് ഇത് സെയിൽ ഒരു കുറഞ്ഞ റേറ്റ് ആണ്. എന്നാൽ മോശം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഏറ്റവും നല്ല ഇനങ്ങളിലൊന്നാണ്. കാരണം മെഡിസിൻ പർപ്പസിന് നമ്മളിപ്പോ എനിക്ക് അത്യാവശ്യം അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൂടുതൽ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇവിടെ കാശല്ല ഐറ്റം നോക്കണത്. എന്തായാലും ഇത് കഴിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ. ഇത് മാത്രമല്ല ഓരോരോ ഐറ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പൊ അജ്വൈൻ ഇനി അടുത്ത ഐറ്റം എന്തോരം വെറൈറ്റികളാണ്. വെള്ളപ്പെട്ടി ഇതൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പൊ കൂളറിൽ നിന്ന് പുറത്തേക്ക് വെച്ചതാണ്. ഇനി ഇതോ വീണ്ടും കേറ്റു. ഈ അടിയിലത്തെ മെബ്രൂം, അതായത് നമ്മൾ നേരത്തെ കാണിച്ച മഷ്റൂം ഇല്ലേ, അതിന്റെ പ്രീമിയം ടേസ്റ്റ് ആണ്. അതിന്റെ ബോൾഡ്നെസ് ഒക്കെ നോക്കും. മഷ്റൂം മെബ്രൂം എന്നാണ് പേര്. ആ കുട്ടി എടുത്തരൂ. ഇത് കുറച്ച് ഹാർഡാണ്, നല്ല വമ്പൻ സാധനമാണ്. ഇരുന്നിട്ടാണോ? അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും എനിക്ക് എന്റെ പല്ലുണ്ടല്ലോ. ഇതിന് വേറൊരു ഡിഫറെന്റ് ആ ടേസ്റ്റ് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇല്ലേ ശരിക്കും ആ ചോക്ലേറ്റ് കടിച്ചിങ്ങ
ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യണം. പക്ഷെ ഏത് ടേസ്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാതും ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഒന്നിനും എന്താ പറയാ മാറ്റമുണ്ട്, എല്ലാത്തിനും മാറ്റമുണ്ട്. ഇതില് അൺസൈസ് ഒക്കെ ആയിട്ടുള്ള ചിലതൊക്കെ കാണാം. വേണ്ട ചെറുത് വലുത് വേണ്ട, വളരെ അപൂർവം ചെറുത് കാണാം. അതങ്ങനെ വരുന്നതാണ്, നമ്മളങ്ങനെ മിക്സ് ചെയ്യുന്നതൊന്നുമല്ല. ഇത് പാക്കറ്റ് അങ്ങനെ വരുന്നതാണ്, പെട്ടിട്ട് അങ്ങനെ വരുന്നത്. നമ്മളങ്ങനെ ക്ലബിലോ പരിപാടിയും ചെയ്യില്ല. ഇത് 1050. ഓക്കെ, അപ്പൊ 1050 രൂപ. 1050. ഇനി അടുത്തത് 1400 വരെ ഉണ്ട്. 450 വരെ ഉണ്ട്. ബെഡ്ജോൾ ഇതും ഇതുപോലെ ഒരു ജംബോ സൈസാണ്. ഇങ്ങനെയുണ്ട്, എന്തൊരു വെറൈറ്റികളാണ്. നോക്കി കഴിച്ചു നോക്ക്. തണുപ്പുണ്ട്, അതാണ് കിട്ടാത്തത്. കിട്ടി നമുക്ക് ഒരെണ്ണം തന്നെ വരും 25 ഗ്രാം 30 ഗ്രാം. അതെ, ഇത് നല്ല ജ്യൂസി ടൈപ്പ് ആയിട്ടുള്ളത്. ജ്യൂസിനാണ്. അതെ, കഴിക്കാൻ പോവാണ്. അതിന് മുന്നേ എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം, എന്നാലും ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. എല്ലാം കൂടി കഴിക്കുമ്പോഴേ കല്യാണത്തിന് പോയി സദ്യ കഴിച്ചൊരു ഫീലാണ്. സത്യം എല്ലാതും കൂടിയേ നല്ല മധുരം. പിന്നെ നല്ല മധുരം എന്നാ വലിയ പല്ലിന് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് ഇറങ്ങി പോകും. കുരു വലിപ്പം കുറവാ, പ്രൊഡക്റ്റിന്റെ വലിപ്പത്തിലുള്ള കുരു ഇല്ല. കാണുന്ന പോലെയല്ല, പ്രൊഡക്റ്റ് വലിപ്പുണ്ട്. അതാ നല്ല സോഫ്റ്റ് ആണ്, വായിലിട്ടുമ്പോഴേക്കും തന്നെ കടിക്കേണ്ട പോലെ. 1450 ഇത് തന്നെ വില കുറഞ്ഞ് വരും. വലിപ്പം കുറഞ്ഞാൽ വില കുറച്ച്. ഈ തരി സംഭവങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് അലിഞ്ഞു ഇല്ല, തരി ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോവാ. ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ കുട്ടികൾക്കും വരെ ഇത് കൊടുക്കാം. ഇതൊക്കെ ഇപ്പൊ നല്ല സെയിലുള്ള സാധനം. പണ്ടൊന്നും നമ്മുടെ പഴയ ചെറുപ്പകാലത്തൊന്നും ആ കൂടി പെരുന്നാളുകൾക്ക് മാത്രം ഈന്തപ്പഴം കണ്ടിട്ടുള്ളൂ. സത്യം. പിന്നെ കണ്ടിട്ടുണ്ടോ ഇത്ര ആയിട്ടുണ്ടെന്നൊക്കെ ഇപ്പൊ അടുത്ത കാലങ്ങളിലൊക്കെ ജനം പഠിച്ചത്. അത്രേ ഉള്ളൂ. അടുത്ത കാലത്ത് തന്നെ ഇത്ര പേരുകൾ തന്നെ ഉണ്ട്, ഇത്ര വെറൈറ്റീസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. ഏകദേശം ഞാനിപ്പോ ഒരു കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ അറിഞ്ഞു തുടങ്ങിയത്. മറ്റത് പെരുന്നാൾക്ക് അല്ലെങ്കിൽ കേക്കിനൊക്കെ ഇടാൻ കുറച്ച് ദിവസം മേടിക്കാം, അതും റേറ്റ് കുറവ് നോക്കിയിട്ട് മേടിക്കാം. പഴത്തിന് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. അത് ചാക്കിൽ വരുന്നതാ. അപ്പൊ ചാക്കിൽ വരുമ്പോൾ ഈ സാധനം ഒലിച്ചിറങ്ങും, അതിന്റെ ജ്യൂസ്. അപ്പൊ അതിൽ ഈച്ച വരില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ 1 പ്രാവശ്യം വരുത്തി, 2 പ്രാവശ്യം വരുത്തി, പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒട്ടിയിരുന്ന അട പോലെ വരാം. നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാം. പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് വരും. ഹൈജീനിന്റെ കാര്യത്തിലും ഇവര് പക്കയാണ്. ആ സാധനം വേണ്ടെന്ന് വെച്ചു, പെട്ടിയിൽ വരും, ഹൈജീൻ ആയിട്ട് വരും. ഇങ്ങനത്തെ ഐറ്റംസ് പാർട്ടികൾ ഭംഗിയായിട്ട് കൊടുക്കും ചെയ്യാം. നമ്മൾ മേടിക്കുന്നവർക്കും സന്തോഷം, ഹൈജീൻ ആയിട്ട് ഇരിക്കും ചെയ്യും. മറ്റത് പറയുമ്പോ നമ്മള് പാക്ക് ചെയ്യണം. ഈച്ചെന്നറിയും. ഇനിയിപ്പോ ഇത് ഈ പെട്ടി അല്ലാണ്ട് നമുക്ക് ഇതിന്ന് പറയണ എത്ര വേണമെങ്കിലും നമുക്ക് 5 കിലോന്റെ പെട്ടിയാണ്. ആവശ്യക്കാർക്ക് ആവശ്യമുള്ള അളവിൽ കൊടുക്കും. ഓക്കെ, അടുത്തെടുത്തോ. അടുത്തത് ഏറെക്കുറെ നമ്മുടെ ഒതുങ്ങി. ഇതാണ് ഏറ്റവും വമ്പൻ സാധനം നമ്മുടെ ഈത്തപ്പഴത്തില്. 1450 ഏറ്റവും വമ്പൻ സാധനം. ഇനി എല്ലാ ഐറ്റം ഇത് ഇനി നമുക്ക് ഈ കൂളറിലാണ്. ഇതിന് ഒന്നുകൂടി ഒന്ന് തുറന്ന് കാണിച്ചത്. നമുക്ക് ഈ കൂളറിൽ ഈ പെട്ടി അങ്ങനെ തന്നെ കൂളറിൽ വെക്കുകയാണ് നമ്മള്. ഒരു സൈഡ് മതി. ബാക്കി ആ സൈഡിലിട്ടാ ഇനിയും ഇരിക്കുന്നുണ്ട്. അത് ആ സൈഡിൽ അത്ര അങ്ങോട്ട് ഫോക്കസിലേക്ക് തന്നെ ഒരുവിധം നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസിന്റെ ഓരോ പെട്ടികളും മാത്രമേ ഇവിടെ വെക്കുള്ളൂ. ആ വെച്ചത് പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത സംഭവം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ചുരുങ്ങിയത് എന്റെ അറിവില് 25-27 പെട്ടി ഉണ്ട്. ഡേറ്റ്സ് മാത്രം ഇരിപ്പുണ്ട്. 27 പെട്ടി ഇരിപ്പുണ്ട് 5 കിലോന്റെ വെച്ചിട്ട് നോക്കുമ്പോ. അപ്പൊ അത്യാവശ്യം എല്ലാ പറഞ്ഞാൽ ഇറങ്ങി പോവില്ല. ഇനിയിപ്പോ ഇതല്ല, ഇനി ഇതിന്റെ മുന്തിയ സാധനം വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ അതും അറേഞ്ച് ചെയ്യും. ആ കാര്യത്തിൽ കച്ചവടത്തില് നോന്ന് പറയാനായിട്ടുള്ള ഇല്ലാന്ന് പറയണ മനസ്സില്ല. എല്ലാതും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറയണ്ടേ? ഇനി നമുക്ക് അടുത്തേക്ക് അത്തിപ്പഴം എന്ന് പറഞ്ഞത് കാണിക്കണം. അത്തിപ്പഴം കാണിക്കാം. ഇത് ഫിഗ്. ഇത് കൂളറിൽ തന്നെ വെക്കേണ്ടതാ. ഇത് സാധാരണ എല്ലാവരും പുറത്ത് തൂക്കിയിട്ട് അതിനുള്ള വിവരം അറിയേണ്ടി വരും. അപ്പൊ അറിയില്ലേ സാധനം എങ്ങോട്ട് കണ്ടോ 1600 ഉറുപ്പിക്ക് വിൽക്കണേ. ഇത് തന്നെ 1200 വിൽക്കണ ഐറ്റം ഞങ്ങളിലുണ്ട്. അത് ഗേജ് കുറവായിരിക്കും. പിന്നെ 1300 വിൽക്കണ ഐറ്റം ഉണ്ട്. ഇത് 1600 വിൽക്കണ. അതിന്റെ ബ്രൈറ്റ്നസ് നോക്ക്. ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. നിർബന്ധമായിട്ട് വെക്കണം. അത് തണുപ്പ് വീട്ടിൽ തൊട്ട് വയ്ക്കാൻ. തണുപ്പുണ്ട്, ഞാൻ അങ്ങനെ തൊടാൻ പാടില്ല. തണുപ്പുണ്ട്, കണ്ടാ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. അതായത് പണം മുടക്കി കച്ചവടം ചെയ്യുന്നവർക്ക് അവരുടെ നഷ്ടപ്പെടാണ്ടിരിക്കാൻ നോക്കണ്ടേ. അതെ, എന്തായാലും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയും കുറെ വെറൈറ്റീസ് ഇനിയും കാണിക്കാനുണ്ട്. പിന്നെ ഞങ്ങളിലുള്ളത് പറയട്ടെ. പറഞ്ഞോ. ചിയ സീഡ്, സൺഫ്ലവർ സീഡ്. സൈഡ് ആ കാണുന്നത് സൺഫ്ലവർ സീഡ്. ഇപ്പഴത്തേക്ക് കാണുന്നോ? അപ്പൊ കറക്റ്റ് ആയിട്ട് എടുക്കാം. എനിക്ക് ഇത്തിരി ഹൈറ്റ് കുറവുണ്ട്. ഈ കാണുന്ന സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ നെല്ലിക്ക ഡ്രൈ, മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്,
പിന്നെ ബ്ലൂബെറി ഒറിജിനൽ 2000 രൂപ കിലോന് വില പാക്കറ്റില്. പിന്നെ ജിഞ്ചർ ഡ്രൈ, കിവി, പിന്നെ ബ്ലാക്ക്ബെറി പ്ലം, പിന്നെ മാംഗോ ഡ്രൈ, പിന്നെ കുന്തിരിക്കൊക്കെ ഞങ്ങളുണ്ട്. പിന്നെ പനം കൽക്കണ്ട നമ്പർ 1 ഒറിജിനൽ. ഇത് വില കേട്ടാൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് തട്ടിപ്പാണെന്ന് ചിലർ തോന്നും. 700 രൂപേൻ്റെ വില. അപ്പോൾ പനം കൽക്കണ്ട കിലോന് 100 രൂപയ്ക്ക് വെക്കുന്നവരുണ്ട്. അത് കൽക്കണ്ടത്തിൽ പെയിന്റ് അടിക്കണതാ. അങ്ങനെയുണ്ടോ? കൽക്കണ്ടം പെയിന്റ് അടിച്ച് വരുന്നുണ്ട്. കളർ മുക്കി വരുന്നുണ്ട്. പനം കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല കൊടുക്കണം. അപ്പോൾ ആ സാധനം ഇവിടെ വെക്കില്ല. ആ പനം കൽക്കണ്ട അല്ല, സാധാ കൽക്കണ്ടം കളർ കയറ്റണതാ. ഇവിടെ ഇത് ഒറിജിനൽ സാധനം. പത്രം മാറ്റി സാധനം എന്ന് പറയില്ലേ, പത്രം മാറ്റി. കിലോ 700 രൂപ. ഏറ്റവും നല്ല പനം കൽക്കണ്ടം. കുട്ടികൾക്ക് ഏറ്റവും മസ്റ്റുള്ള സംഭവമാണ്. ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് നല്ലതിന് വേണ്ടി ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുക്കാൻ പാടില്ല. പിന്നെ വാട്ടർ മെലോൺ സീഡ്, സ്ട്രോബെറി, വാട്ടർ മെലോൺ സീഡും സാധാരണ എല്ലാവരും വെക്കില്ല. കാരണം ചില കേട് വന്നു പോകാൻ സാധ്യത കൂടുതല. അപ്പൊ ഞങ്ങൾ ആരും വെക്കാത്ത വെക്കണം എന്നുള്ള ആഗ്രഹക്കാരാ. പിന്നെ ഇത് അത് ചിയ സീഡ്. പിന്നെ വെള്ള എവിടെയാ മനസ്സിലാ? ഇതേത് സീഡാ? സൺഫ്ലവർ സീഡ്. സൺഫ്ലവർ സീഡ് ഉണ്ട്. പിന്നെ മഷ്റൂം, മക്കാന. പിന്നെ കുരുമുളക്, ഏലക്ക. ഏലക്കൊക്കെ വലിയ ഏലക്കുണ്ട്, ചെറിയ ഏലക്കുണ്ട്. 8 നമ്പർ എന്ന് പറയും. 4200 രൂപ റീറ്റെയിൽ പ്രൈസ്. ഇത് 7 നമ്പർ എന്ന് പറയും. പിന്നെന്താ, ഇത് 3800 രൂപ കിലോനേട്ടോ. ഇത്രയ്ക്കൊന്നും വില ഉണ്ടായിരുന്നില്ല. വിലക്ക് വല്ലാണ്ട് കയറി. സ്പൈസസിനൊക്കെ പൊതുവെ ഇപ്പൊ നല്ല റേറ്റ്. പിന്നെ കരാമ്പു, ജാതിപത്രി, അതൊക്കെ ഏത് ഭാഗത്തായിരിക്കുന്നത്? ഞങ്ങള് ലിമിറ്റിലേ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ പക്ഷെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി. അക്രൂട്ട് ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പ് ഐറ്റം എടുത്തു നോക്കിയാ അതൊരു പീസ് എടുക്കേണ്ടി വരും. ഇത് 1600 രൂപയുടെയാ. വില കേട്ടിട്ട് കൂടുതൽ മേടിക്കാൻ തെറ്റിയിരിക്കണ്ട. അതിന്റെ ബ്രൈറ്റ്നസ് വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും. അപ്പൊ കേടുവെള്ള സാധ്യത കുറഞ്ഞില്ല. പല ഗ്രേഡിൽ ഇത് വരുന്നുണ്ട്. 1200 വിറ്റിരുന്നു. അപ്പൊ നിറം കുറവായിരിക്കും. അങ്ങനത്തെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷനാ നിറം കുറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നോക്കുമ്പോ എല്ലാവർക്കും നല്ല മതി. പിന്നെ നമ്മൾ വെറുതെ കഴിക്കണ സാധനം നമ്മളെന്തിനാ കഴിക്കണേ? ഐറ്റം വെച്ചിട്ട് കച്ചവടം കൂട്ടാൻ നോക്കണ്ട. ചേട്ടാ ഇത് നല്ലത് പറഞ്ഞ് കൊടുക്കണം മാത്രം. ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും വരില്ല. നല്ലത് കഴിക്കുമ്പോൾ നല്ലത് തന്നെ. ഒരു തരം സംഗതി മിക്സ് ചെയ്യുന്നുണ്ട്. മധുരം കേട്ടില്ല, ഉപ്പ് കേട്ടില്ല, ഒന്നുമില്ലാത്ത ന്യൂട്രാണ്. ഭയങ്കര സെയിൽ. കിലോ 1600 രൂപ. ഏറ്റവും ടോപ്പ് ഐറ്റം. ഏറ്റവും ടോപ്പ്. ഇതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഇത് ഒരു ചവറുപ്പ് പോലെയാ. എന്തോ ഒന്ന് തിന്നു മതിയാ അത്ര. പക്ഷെ അല്ല, ഞാൻ കഴിക്കാറുള്ളത് തന്നെയാ സ്ഥിരം. സാധാരണ എന്തോ ഒന്ന് കഴിക്കണ പോലെ പിണ്ണാക്ക് തിന്നണ ഒരു ഫീലിംഗ് ആ ശരിക്കും പറഞ്ഞ. ഞാൻ കഴിക്കാം. എന്റെ അനിയൻ ഇഷ്ടംപോലെ കഴിക്കും. പിള്ളേർക്ക് ഇത് കുറെ മേടിച്ചു കൊടുക്കണം. പക്ഷെ അവര് ഒരാഴ്ചയാണ് കഴിക്കുന്നത്. പക്ഷെ ഇതിൽ ചവർപ്പുണ്ടോ നോക്ക്. ഏറ്റവും വില കൂടിയ സാധനം ഹൈജീന്റെ ഭാഗമായിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് എടുക്ക്. കളറില് സാധാരണ ഒരു ഇത്തിരി ബ്രൗൺ ഷെയ്ഡ് വരും. നിറം കുറഞ്ഞോറും രുചിയിൽ മാറ്റം വരും, വിലയിൽ മാറ്റം വരും. ഏറ്റവും ടോപ്പ് ഐറ്റം. ഇതിന് പിന്നെയും ഇത്തിരി ചെറിയ രുചിയുണ്ട്. ഇതിൽ മറ്റേ പറഞ്ഞ ചവർപ്പില്ല. ഇത് ഒന്നുമില്ല. മറ്റേത് വെറും ചവർപ്പ് പോലെ കഴിക്കുമ്പോ ഇതിന് ടേസ്റ്റിങ്ങിലും ഉണ്ട്. സാധാരണ എല്ലാം പിള്ളേർക്ക് നല്ല ഡ്രൈ ആണത്. അതെ, ഡ്രൈ അല്ലെങ്കിൽ ഫംഗസ് വരും. അടച്ചോ കംപ്ലൈന്റ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ എത്ര? 1600 കിലോന്. നല്ല സെയിലത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് നോക്കാം. ഇത് റൈസിൻസ് പ്രോവി എന്ന ബ്രാൻഡാണ്. നമ്മൾ നേരത്തെ കാണിച്ച ബദാമിന്റെ സെയിം ബ്രാൻഡ്. ഏറ്റവും ടോപ്പ് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് ഐറ്റം. ഇത് 250 ഗ്രാമിന്റെ പൗച്ചാണ്. ഇത് പറയണേ കറുത്ത മുന്തിരി. കുരുയില്ലാത്ത കറുത്ത മുന്തിരി നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ റൈസിൻ എന്നാ പറയണത്. ഓക്കെ, ഒരു പാക്കറ്റിന് 140 റുപ്പീസ്. 140. പക്ഷേ ഇതില് അവർ പ്രിന്റ് ചെയ്തിട്ടുള്ള 249 റുപ്പീക്കാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ 240 എന്ന് പറഞ്ഞ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു നല്ലൊരു വഴക്കല്ല. നമുക്ക് മേടിക്കാൻ ഒരു റീസൺ മാർജിൻ കിട്ടാൻ ക്ലിയർ ചെയ്യാം. അപ്പൊ ശരിക്കും 240 രൂപ MRP പ്രൈസ് വരുന്നത് നമ്മൾ ഇവിടെ എത്രയ്ക്ക് കൊടുക്കും? 140. ഓൺലി 140. അപ്പൊ ഇത് ഫുൾ സംഭവം ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒലിവ് ഓയിൽ സംഭവം ഒലിവ് ഓയിൽ ഉണ്ട്. ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ 1100 MRP. ഇത് നമ്മൾ 600 രൂപയ്ക്ക് വിൽക്കുക 1 ലിറ്റർ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പോർട്ടറായിരുന്നു തിരക്കെടുക്കുന്നത്. ഡയറക്റ്റ് ഇമ്പോർട്ടർ അല്ലാതെ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നും കൂടിയല്ല. അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് വെക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ ഇത് വെക്കുക 1000 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 900 എന്ന് പറഞ്ഞാൽ വെക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാം.
പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ചെറിയ മീഡിയേറ്റർ ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ടർ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കണതാ. ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അതുപോലെ വിൽക്കുന്നുണ്ട്. ഇത് എക്സ്ട്രാ വെർജിൻ ആണ്, 600 രൂപ ലിറ്ററിന്. ഇത് പൊമേസ് എന്ന് പറയും, വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. ഇതിന് 500 രൂപ ലിറ്ററിന് വില. ഇത് അതും തമ്മിൽ അപ്പൊ ഒലിവ് ഓയിൽ തന്നെയല്ലേ? ഒലിവ് ഓയിലിനാണ് അത് ലൈറ്റ് ആയിട്ടുള്ള ചൂടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വർക്കിന്. ഇത് നമ്മുടെ വെളിച്ചെണ്ണയുടെ സാധാരണ വറക്കണ പോലെ അതേപോലെ. മറ്റേത് സലാഡിലൊക്കെ ഒഴിക്കുന്ന ഒരു അങ്ങനെ തന്നെ. പിന്നെ ഇത് കോഴിക്കോടൻ ഹൽവ, കരിപ്പൂര് ഭാഗത്ത് നിന്ന് വരുന്നത് 140 മുതൽ 160 രൂപയുണ്ട്. കോഴിക്കോട് വരെ പോണ്ടാന്ന്. കോഴിക്കോട് ഹൽവയ്ക്ക് എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടില്ല. 160 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അറിയിച്ചോളാം. 160 രൂപയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പോയിട്ട് അലവ കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടുള്ള അലവ കിട്ടും. ഇല്ല, എവിടെ നിന്ന് കിട്ടാൻ അന്വേഷിച്ച് അറിയാൻ. കോഴിക്കോട് അലവ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റോസ്റ്റഡ് വെളിച്ചെണ്ണ, ഇത് 310 റുപ്യ ലിറ്ററിന്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരത വയ്ക്കുന്നത്, നമുക്ക് ഒരു ചെറിയൊരു മാർജിനും കിട്ടില്ലോ. അപ്പോൾ അത് ഇനിയിപ്പോൾ വേറെ വെളിച്ചെണ്ണ അന്വേഷിക്കാൻ പോകാറില്ല. 310 റുപ്യ സാധാരണ വെളിച്ചെണ്ണയ്ക്ക് 270, 280 രൂപ വിലയുണ്ട്. പിന്നെ നമ്മൾ എന്തിനു വേറെ മേടിക്കേണ്ട ആവശ്യം. അപ്പൊ ഇത് ഇവിടെ 310 റുപ്യ വില. അത്ര വ്യത്യാസമുള്ളൂ. റോസ്റ്റഡ് വെളിച്ചെണ്ണ, അതായത് കൊളസ്ട്രോൾ ഫ്രീ ആന്ന് പറയണത്, ഉറപ്പായിട്ടും പറയണത്. ഇനി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ക്രാൻബെറി, പിന്നെ പ്രോൺസ്, അത് ക്രാൻബെറി 200 ഗ്രാമിന് 160 രൂപ. 160 ഇമ്പോർട്ട് വരുന്ന സാധനമാണ്, ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ല. ഇത് പുറത്തത്തെ ഐറ്റം. ഇത് 180 രൂപ. പ്രോൺസ് 200 ഗ്രാമിന്, ഇതും ഇമ്പോർട്ട് വരുന്നതാ. ഇത് ഡ്രൈഡ് പ്ലംസ് അല്ലേ? പ്ലംസ് ശരിക്കും പറഞ്ഞത് എന്താ ഐറ്റം വരുന്നത്? ചൈനയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഡ്രൈ പ്ലംസ് പ്ലം അത് ഉണങ്ങിയിരിക്കും. നമ്മളെ ഉണക്കമുന്തിരി പോലെ തന്നെ അതിന്റെ പ്ലംബിന്റെ വെള്ളത്തിന് അംശം കളഞ്ഞിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ റെഡി ടു ഈറ്റ് ആണ്. ജനറൽ ആയിട്ട് പുളിമുട്ടായി, ഒരു ഇഷ്ടപ്പെടുന്ന സാധനല്ലേ വെട്ട് പോണ സാധനമാണ്. അല്ല, എത്ര കുട്ടികളെ ഇപ്പൊ ഇത് അന്വേഷിച്ച് നടക്കണ. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ നൊസ്റ്റോളജി അല്ലേ? പഴയ കാലത്ത് ഇങ്ങനെ പാക്കിങ്ങിൽ ഉണ്ടായിരുന്നില്ല ചേട്ടാ. പണ്ട് കുപ്പിന്ന് എടുത്ത് ഇങ്ങോട്ട് തരുള്ളതാണ്. ഇതിപ്പോ നമുക്ക് നമ്മുടെ ഒരു പണ്ടത്തെ നല്ല സേവിങ് ആണ് അതല്ലേ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് മാംഗോ ഡ്രൈ. ഇതന്നെ നമ്മൾ കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. അത് പാക്കിങ് ആവശ്യക്കാർക്ക് ആവശ്യമുള്ള അളവിൽ പാക്ക് ചെയ്ത് കൊടുക്കും. എത്ര വേണമെങ്കിലും ഇതൊക്കെ എത്ര കിലോ 700 രൂപ. ഏറ്റവും നല്ല മാങ്കോട്ടെ. ഇതിന്റെ പല വിലയിൽ മേടിക്കാൻ കിട്ടും. കിട്ടാവുന്ന ഏറ്റവും ടോപ്പായിട്ട്. ഇനി ജനറൽ ആയിട്ട് ഉള്ള ചോക്ലേറ്റ് ഒരു ഭാഗമാണ് ഈ കച്ചവടത്തിന്. അപ്പോൾ ഇതിൽ പ്രീമിയം ടൈപ്പ് അല്ല, ജനറൽ ആയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഒരു ബോക്സ് 350 റുപ്യാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വെക്കുന്നത് 300 രൂപയ്ക്കാണ്. 950 ഗ്രാമോ മറ്റോ തോന്നുന്നു. ശരിക്കും ഗൾഫ് ഐറ്റം പോലെ. ഇപ്പൊ ഗൾഫ് മിഠായിട്ടൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഗൾഫ് മിഠായി നമ്മൾ എന്തോരം നോക്കിയിരുന്നേ. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് മിഠായി വരുന്നുണ്ട്. അത് ഇതിനേക്കാളും നല്ലത്. ഇപ്പൊ ഗൾഫ് മിഠായിയുടെ ആവശ്യം നമ്മുടെ നാട്ടിലില്ല. നല്ല ബെസ്റ്റ് കമ്പനികളുണ്ട് കോട്ടയം പെരുമ്പാവൂര് ഭാഗങ്ങളിലൊക്കെ. അപ്പൊ എന്തായാലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കുമ്പോ ഇങ്ങനെ അന്വേഷിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറച്ച് വെച്ചെന്ന് മാത്രമല്ല, ചോക്ലേറ്റ് ഐറ്റം വേണം, ഒരു ഐറ്റം മുട്ടിക്കാൻ വേണ്ടി വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ തന്നെ ഊഹിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ വീഡിയോ എത്ര മണിക്കൂർ ആയിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ ഊഹിക്കാം. ഈ ഞാൻ ചെറിയ ഷോപ്പ് എന്ന് പറഞ്ഞു. പക്ഷെ ചെറിയ ഷോപ്പ് എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഇരിക്കുന്ന ഐറ്റം കണ്ടില്ലേ? ഇതൊന്നും ഒന്നല്ല. ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പാടില്ല. അതുപോലെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണം. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഐറ്റം മിസ്സാവാം. അത് തയ്ക്കാൻ പറ്റാതെ വരാമെന്ന്. പക്ഷെ എന്നാലും നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് എത്തിച്ചു തരാനുള്ള ഓപ്ഷൻസും ഇവിടെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എന്താ ഐറ്റം നിങ്ങൾക്ക് എത്ര വലിപ്പം ചെറുപ്പം ഇതൊക്കെ നമ്മുടെ ഗ്രേഡ് എത്രയാണെന്ന് നോക്കണം. ഇപ്പൊ ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള ഇനങ്ങൾ സെലക്ട് ചെയ്തിട്ട് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഇട്ട് എസ്റ്റിമേറ്റിലും പ്ലസ് കൊറിയർ ചാർജും കൂടി കണക്കാക്കിയിട്ടുള്ള സംഖ്യ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ചരക്ക് കൊറിയർ കൂടെ അയച്ചു തരും. അപ്പൊ തൃശ്ശൂർ ഗഡികൾ മാത്രമല്ല, മൊത്തം കേരളത്തിലാണ് ഈ സാധനം. എവിടെ വേണമെങ്കിലും ഇതൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇത് മൊത്തം ഇനി ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ പറഞ്ഞാൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. പറഞ്ഞുതരാം. നാഷണൽ ഹൈവേയിൽ തൃശ്ശൂർ ബൈപ്പാസിൽ പാലിയേക്കാട് ടോൾ പ്ലാസയിൽ നിന്നും 7ാമത്തെ കിലോമീറ്റർ കാണുന്ന രണ്ടാമത്തെ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് 50 മീറ്റർ ഫോർവേഡ് ലെഫ്റ്റ് സൈഡിൽ, അതായത് പടിഞ്ഞാറ് വശത്ത് സർവീസ് റോഡിൽ. ഇതാണ് ലാൻഡ്മാർക്ക്. തെക്കോട്ട് നിന്ന് വരുമ്പോൾ വടക്ക് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മണ്ണുത്തി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് 1ാമത്തെ കിലോമീറ്ററിൽ വരുമ്പോൾ വലത്തെ വശത്ത് ട്രാക്ക് ഓൺ കൊറിയർ സർവീസ് കാണാം. അതിന് തൊട്ടുള്ളത് തന്നെയാണ്. അതിന് തൊട്ടുള്ള കെട്ടിടത്തിൽ തന്നെയാണ്. തൊട്ട് ഓപ്പോസിറ്റ് ആനന്ദമ ഹോട്ടൽ. അതായത് പടിഞ്ഞാറ് വശത്താണ് സ്ഥിതി ചെയ്യണത്.
ആ ഈ സൈഡില് ഇപ്പൊ ഞങ്ങളുടെ കടയുടെ ഫേസ് നിൽക്കുന്നത് ആ ഭാഗത്തേക്കായിട്ടാണ്, ആ ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മണ്ണുത്തി, ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ടോൾ കേട്ടോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഒരു സംശയമില്ല, ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ ഇത് ഒരു ചൊല്ല് പറയാറുണ്ട്, അമ്പലം ചെറുതായാലേ പ്രത്യക്ഷമല്ല. യെസ്, അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കാരണം ഇനിയും വീഡിയോ എടുക്കുകയാണെങ്കിൽ കച്ചവടം എന്ന് പറഞ്ഞാലേ കാഴ്ചപ്പാടുകളാണ് വലുപ്പം വേണ്ടത്. കാഴ്ചപ്പാടുകളിൽ വലുപ്പം കൂടുതൽ വേണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, വലിയ കടകളൊന്നും നടത്തിയിട്ട് ചെറിയ കാഴ്ചപ്പാടായി കഴിഞ്ഞു കയറില്ല. അല്ല ഇപ്പൊ എത്രയോ വീട്ടമ്മമാര് വീട്ടിൽ തന്നെ ഓരോരോ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്കും നല്ല സെയിൽസ്, നല്ല എന്തുകൊണ്ടാ വെച്ചാൽ അങ്ങനെ പുറമേക്ക് അങ്ങനെ ആർഭാടം കാണിക്കാണ്ട് നല്ല രീതിയിൽ പോവാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ ചെയ്യുകയാണെങ്കിൽ, വില തോതാണെങ്കിൽ കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കും. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ കസ്റ്റമർ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ഹൈജീനിക്, അതുപോലെ തന്നെ A1 ക്വാളിറ്റി, അഫോർഡബിൾ റേഞ്ച് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫുഡ് ഡേ ബെസ്റ്റ് ആണ്. ചേട്ടനെ പരിചയപ്പെട്ടതിന് ഭയങ്കര സന്തോഷം. എന്തായാലും മനസ്സുകൊണ്ട് എന്തോ ഒരു വലിയ വ്യക്തിനെ പരിചയപ്പെട്ടു എന്നുള്ളത്. അല്ല അങ്ങനെയല്ല, നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ കാഴ്ചപ്പാടും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇത് വെച്ച് നോക്കുമ്പോ അപ്പൊ നമുക്ക് നമ്മളൊരു വ്യക്തിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള തോന്നില്ല. അതല്ല ഞാൻ പറയണത്. ഇപ്പൊ എന്തോ ഒരു വലിയ വ്യക്തിനെ കണ്ട ഒരു ഫീലിംഗ്. ഇനി പുറത്ത് കുറച്ച് എന്തൊക്കെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ. അത്ര പെർഫ്യൂമിന്റെ പരിപാടി അതുണ്ട്. ഇത് മാത്രല്ല, അവിടേക്ക് പോവാം നമുക്ക്. പുറത്ത് ഇങ്ങനെ കുറെ കുപ്പികൾ കണ്ടപ്പോഴാണ് ഒരു ആകാംക്ഷ തോന്നിയത്. ഇത് ഇവർക്ക് അത്തറിന്റെ പരിപാടി ഉണ്ട്. ഈ അത്തറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങൾ? അതായത് വഴിയോരങ്ങളിൽ ഇരുന്ന് പലരും അത്തർ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഫാൻസി കടകളിൽ, സ്റ്റേഷനറി കടകളിൽ ഇതുപോലുള്ള ഡിസ്പ്ലേ ജാറുകളിൽ വെച്ചിട്ട് പെർഫ്യൂം ഓയിൽ നിറച്ചിട്ട് വിൽക്കുന്നവരുണ്ട്. പിന്നെ അത്തറിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പുകൾ വേറെയുണ്ട്. ശരിക്കും ഇപ്പുറത്ത് വരാണെങ്കിൽ ഓരോത്തിന്റെ പേരുകൾ കറക്റ്റ് എത്ര തരം അത്തറുണ്ടല്ലോ. ഇതിപ്പോ ഏകദേശം ഞങ്ങളുടെ കയ്യിൽ 50ഓളം ടൈപ്പ് ഉണ്ട്. 50 അബവ് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മാത്രമേ ഞങ്ങൾ ഏറെക്കുറെ വെച്ചിട്ടുള്ളൂ. ഇത് വേണമെങ്കിൽ 100 വേണമെങ്കിൽ ആക്കാം, 100 വേണമെങ്കിൽ ആക്കാം, 150 ആക്കാം. പക്ഷെ സെയില് എല്ലാ ഐറ്റം ഒരേപോലെ കിട്ടിക്കോളുന്നില്ലേ. ഇത് കുറെ എല്ലാം എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ്. ഇത് സാൻഡിലാണ്. അങ്ങനെ ഇത് നോക്കിയാൽ ഇത് എറ്റേണൽ ലവ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടഡ് ആയിട്ടാണ് ഞാൻ കാണിച്ചത്. ഇങ്ങനെ കയ്യില്ലാതെ ഇത്ര നേരം ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഇത് മേടിച്ച ആള് അവർക്ക് കിട്ടുന്ന ഒരു ചൂണ്ടാണ്. അയാൾ ഇവിടെ നിന്നല്ലാണ്ട് സാധനം പിന്നെ മേടിക്കില്ല. ഇത് ശരിക്കും ഡൈല്യൂട്ട് ചെയ്യേണ്ട ഇങ്ങനെ ഇത് ഡൈല്യൂട്ട് ചെയ്യാത്ത എസൻസ് ആണ്, ഒറിജിനൽ എസൻസ്. അതായത് ഇത്തരം ജാറുകളിലെ വരാം. ഇത് ഊതിന്റെ എസൻസ് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഇത് ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും പേരുള്ള കമ്പനിയാണ് കെൽക്കാറിന്റെ. ഈ സംഭവം നമുക്ക് പകർത്തി തരുന്നത്, ഈ സംഭവം പകർത്തി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്കുള്ളത്. ഈ കുപ്പികള് ഇത് തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഇനങ്ങള്. ഈ സംഭവം ചെറിയ ചെറിയ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന സാധനം കടക്കാർക്കുള്ള ആയിട്ടാണ്. കടക്കാർ ഇത് 25-30 സപ്ലൈ ഉണ്ടാവും. അത് അത്രയധികം ശ്രദ്ധിക്കണില്ല. ഞങ്ങള് വന്നെടുക്കുന്നവർക്ക് കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ട് നമ്മള് പോയി സപ്ലൈ ഇല്ല. അല്ലാണ്ട് കടക്കാർ തന്നെ പറഞ്ഞു കൊണ്ട് കൊടുക്കും അത്രയാണ്. അപ്പൊ ഇത് വലിയ ഞങ്ങള് അതല്ല, ഈ എസൻസുകൾ വിൽക്കാന്നുള്ളതാണ്. ഈ ടിന്നും പടി ഇത് ½ kg ടിന്നാണ്. ഐഡിയ പറ്റില്ലയാ. പിന്നെ ഇതിന് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലുകളാണ് ഈ കാണുന്നത്. ബോട്ടില്, ഇന്നർ ക്യാപ്പ്, ഔട്ടർ ക്യാപ്പ്. ഇത് ഫുള്ള് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നില്ല. ഇത് ഇന്നർ ക്യാപ്പ്, ഔട്ടർ ക്യാപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ക്യാപ്പ് ഇട്ട് വെക്കുന്നതാണ്. ഇതിന്റെ ഓരോന്നിന്റെ സ്മെല്ല് ഇപ്പൊ ഇതിന്റെ സ്മെല്ല് എത്ര നേരം നിൽക്കും തല്ലി കളഞ്ഞ പോവില്ല, കുളിച്ചാലും പോവില്ലാന്ന്. നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. അതെ, അത്രയും നല്ല റേറ്റ് വരും. ശരിക്കും നമുക്ക് റേറ്റ് ഒക്കെ എത്ര വരും? അതായത് ഇത് സാധനം ഇതുപോലത്തെ 6 മില്ലി ബോട്ടിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ 130 രൂപയാണ് വില. 130 രൂപ ഈ ഒരു ചെറിയ ബോട്ടിൽ. ഞാൻ കാണിച്ചുതരാം. ഓ, തുറക്കുമ്പോ ഇവിടെ നിക്കാൻ പറ്റില്ല, അത്രയധികം സ്മെല്ല്. സത്യം, ആ ഒരു ഫീലിംഗാ. ഇതിൽ ഇന്നർ ക്യാപ്പ് വെച്ചു, അത് കഴിഞ്ഞ പിന്നെ ഇത് ഔട്ടർ ക്യാപ്പ് വെച്ചു. ഇത് ഇനി നമുക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാം. ഇത് ഇനി ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ഫ്രീ ആണ്. ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോയി യാത്ര ചെയ്യുമ്പോൾ മെയിൻ കണ്ടന്റ് ആണ് ഈ പെർഫ്യൂമിന്റെ. ഏത് തരം ഇപ്പൊ ഷാമ്പു, സോപ്പ് നാളെ തൊട്ട് ആണുകൾ ചുറ്റും നിൽക്കോ? അതല്ല, ഇത് എവിടുന്ന് മേടിച്ച ചോദ്യം വന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് വഴക്ക് പറഞ്ഞോളാം. അമ്മായിട്ടാണ്. എന്തായാലും ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ എറ്റേണൽ ലവ്. എറ്റേണൽ ലവ്. പെർഫ്യൂമുകൾക്ക് അധികം അങ്ങനത്തെ പേരുകൾ വരാം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് ആസ്മ എന്ന ഏറ്റവും നമ്പർ 1 ബ്രാൻഡിന്റെ ആയിട്ട് സ്മെല്ലായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഹാൻഡ് വാഷ് ഉണ്ടാക്കൊണ്ടിരിക്കുക, അങ്ങനെ പിന്നെ സോപ്പ് ഉണ്ടാക്കൊണ്ടിരിക്കുക, അതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട എസൻസ് ആണത്.
മനസ്സിലായ? ആ മനസ്സിലായി. അപ്പൊ എന്ത് ഫ്രാഗ്രൻസ് ഉള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടോ ഈ സാധനം മസ്റ്റാണ്. ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള എസെൻസുകളാണ് നമുക്ക് ഹാൻഡ് മെയ്ഡ് സോപ്സ് പിന്നെ പെർഫ്യൂംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ ഡൈലൂട്ട് ഇതില്ലാണ്ട് പരിപാടി ഇല്ല. എസെൻസ് ആണ്, അല്ലെങ്കിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ കയറ്റിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇതില്ലാണ്ട് അങ്ങനെ പെർഫ്യൂം ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. അപ്പൊ അവർക്ക് ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള എസെൻസുകൾ ഞങ്ങൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. സാധനം വരുത്തുന്നുണ്ട്. ഈ കാണുന്ന മുഴുവൻ ചരക്കതാ. ഇപ്പൊ ഇന്നലെ വന്ന ലോട്ടാ ഈ ഫുള്ള് കാണുന്നത്. ഈ കാണുന്ന ഫുൾ ചരക്കതിന്റെ ഫുൾ ബോട്ടിൽ ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. ഇപ്പുറത്തുണ്ട് കേട്ടോ, ഇന്ന് വന്നിട്ടില്ല. ഇത് ഫുള്ള് ഇതൊക്കെ എസെൻസുകളാണ്. ഇത് ഫുൾ ഇങ്ങനെയായിട്ട് എസെൻസ് കിട്ടുള്ളത്. പാക്കറ്റ് കൊടുക്കോ? അകത്ത് ഇങ്ങനെയുള്ള ടിന്നുകളുണ്ട്. എന്നിട്ട് ഈ ടിന്നുപടി ഞങ്ങൾ വെക്കും ആവശ്യക്കാർക്ക്. ഇനി കൊറിയർ അയച്ചു തരണമെങ്കിൽ കൊറിയർ അയച്ചു തരും. കൊറിയർ വേണ്ടവർക്ക് കൊറിയർ അയച്ചു കൊടുക്കും. കൊറിയർ ചാർജ് വരും. ബോട്ടിൽ വേണ്ടവർക്ക് ബോട്ടിൽ അയച്ചു തരും. ഇനി വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ആരും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ബോട്ടിലുകൾ തരും. കാലി ബോട്ടിലും ഉണ്ട് അല്ലേ? കാലി ബോട്ടിൽ തരും. ഈ കാലി ബോട്ടില് നമുക്ക് ആവശ്യമുള്ള അവർക്കൊക്കെ ഉപജീവന മാർഗമാവും. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കുന്നില്ല ഇത്രയും കച്ചവടം കൊണ്ട്. അതെ, ഇത് ശരിക്കും എത്രയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നമുക്കിപ്പോ ഇതിന്റെ വെച്ച് നോക്കുമ്പോൾ? 50 രൂപയുടെ പെർഫ്യൂം തൊട്ട് 500 റുപ്യോളം വരുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. 500 ഒരു ബോട്ടിലേക്ക് പാർത്തുമ്പോൾ ഒരു വിൽപ്പനക്കാരനാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറിയാൽ ഒരു 20,000 കയ്യിൽ ഒരു ഫാമിലി മുന്നോട്ട് പോകും. 20,000 രൂപയുടെ ചരക്ക് എടുക്കുകയാണെങ്കിൽ ഈ ബോട്ടിലുകൾ ഇതിന്റെ എസൻസുകൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു തൊഴിലുടമയാകാൻ സാധിക്കുന്നു. പിന്നെ അവന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് വ്യാപാരം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരാം. ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരു കൊല്ലം 4 തിരിഞ്ഞാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് മതി. ഇനി ഞാൻ വേണ്ടത് ഇതിന് പ്രാക്ടിക്കൽ സഹിതം ക്ലാസ് കൊടുക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരേ ഒരു ദിവസം മാത്രം. അതിന് ചെറിയ ഫീസ് ഞാൻ ഈടാക്കും. നേരെ ഒരൊറ്റ ദിവസം ആഴ്ചയിൽ അതിന് ഞാൻ ചെറിയ ഫീസ് എടുക്കും. കാരണം വെച്ചാൽ ഒരു ട്രേഡാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു കൊല്ലം കൊണ്ട് പഠിച്ച സംഗതി 3 മണിക്കൂർ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ അത് നഷ്ടം തോന്നുകയാണെങ്കിൽ നിങ്ങൾ സർവേ ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് മാഷും കൂടിയാണ്. മാഷല്ല, പക്ഷേ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാൻ ഒരു ഉപജീവനമാർഗ്ഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് കോഴ്സിനൊരു ഫീസ് ഉണ്ട്. അതിനൊരു ദക്ഷിണ വെക്കാൻ ദക്ഷിണയാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അത് പ്രതീക്ഷിക്കും. അപ്പൊ ഇത് ഫുൾ നമുക്ക് അത്തറിന്റെ പല പല എന്താ പറയാ ഞാൻ പറഞ്ഞുതരാം. ആരവിന്റെ ബ്രാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും സെയിലുള്ള ഐറ്റങ്ങളിൽ ഒന്നാണ് ആരവ്. ആ ഫീൽഡിലുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഇതിന് 1 കിലോന് 1218 രൂപ. 1 കിലോന്റെ ജാറത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് ആസ്മയുടെ ബിസ്ക്കറ്റ് സ്മെല്ലുള്ള പെർഫ്യൂം വരും. അതിന്റെ വില 1064 രൂപ. 1/2 കിലോന് 1064. നല്ല റേറ്റ് ആയപ്പോ ഇതിന് 500 ഗ്രാമിന് 863 രൂപ. ഇത് ഞാൻ പറഞ്ഞത് ഇത് ഓറിയന്റലിന്റെ ഇത് ഇന്റർനാഷണൽ ബ്രാൻഡിൽ 8ാം സ്ഥാനമുള്ളതാണ്. ആഗോള ലെവലിൽ 8ാം സ്ഥാനമുള്ള ബ്രാൻഡാണ് ഓറിയന്റൽ എന്ന് പറയുന്ന പെർഫ്യൂം. ഇതിലും എല്ലാ ഇനങ്ങളും ഞങ്ങളിലുണ്ട്. അപ്പൊ ഇത് ഈ പാക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ചെറിയ ബോട്ടിലാക്കിയിട്ട് അങ്ങനെയും നമുക്ക് സെയിലുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും സെയിലുണ്ട്. ഇനി ഞാൻ വേറെ പറഞ്ഞു, ഇത് 100 ഗ്രാം മതി എന്ന് വെക്കാം. അപ്പൊ അതായത് ഇതുപോലത്തെ ജാറുകൾ മേടിച്ചിട്ട് കടയിൽ വെച്ച് പകർത്തി വിൽക്കാനോ ഉദ്ദേശിക്കണം വെക്കാം. അപ്പൊ ഇത് 125 മില്ലിയുടെ ബോട്ടിലാണ്. 100 മില്ലി വാങ്ങിയാൽ മതി. അപ്പൊ 100 മില്ലിക്ക് 100 മില്ലിയുടെ പൈസ കൊടുത്താൽ മതി. ഈ 1/2 കിലോ വാങ്ങിക്കണം എന്നില്ലാന്ന് ഐഡിയ മനസ്സിലായി. 1/2 കിലോ മേടിച്ചിട്ട് തന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൊന്നില്ലാന്ന്. 100 ഗ്രാം വീതം മേടിച്ചാൽ 100 ഗ്രാമിന്റെ കണക്കാ പറയാം. 100 ഗ്രാം മേടിച്ചിട്ട് ഒരു ഇതിലുള്ള പോലെ 40-50 വെച്ച് 20,000 രൂപ തരുള്ളൂ. ഈ 20,000 രൂപയ്ക്ക് പുഷ്പം പോലെ 6 മാസം കൊണ്ട് റിക്കവർ ചെയ്യാം. പിന്നെ ബാക്കി വരുന്നത് ബോണസാണ് ഒരു വിൽപ്പനക്കാരനെ സംബന്ധിച്ചിട്ട്. കാരണം ഇതിൽ അത്യാവശ്യം ലാഭം എടുക്കും. അങ്ങനെയാണ് ഈ ട്രേഡ്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ ഇതുപോലെ ഇതേ സെയിം ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഐഡിയ മനസ്സിലായാ? ഒഴിച്ചിട്ട് ഈ ഇന്നർ ക്യാപ്പ് കളയാം. ഈ കോർക്ക് ഉണ്ടല്ലോ, ഇതൊരു വുഡൻ കോർക്കാണ്. ഇത് നനഞ്ഞുകൊണ്ടിരിക്കും. അതിലേക്ക് ഈർപ്പം പറ്റും. അതിലേക്ക് ഈർപ്പം പറ്റും. ഈർപ്പം പറ്റി കഴിഞ്ഞാൽ ആ വാഹനത്തിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്മെല്ലുണ്ടായിരിക്കും. അപ്പൊ ഇത് നമുക്ക് റൂം ഫ്രഷ്നർ റൂമിൽ വെക്കാം. കാറിലെ കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഞാൻ വേറെ റേറ്റ് ഒഴിച്ചു തരാം. അതിലേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് കാറിൽ വെക്കാൻ പറ്റുന്ന ഐറ്റാണ്. അപ്പൊ അത് വുഡിന്റെ ഇതിന് ഈർപ്പം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്മെല്ല് വരും. എനിക്കറിയില്ല കേട്ടോ, ഇത് ഒരു പുതിയ അറിവാണ്. എന്തായാലും ഇതിങ്ങനെ പകർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാറിൽ ഇങ്ങനെ കൊണ്ടുപോയി തൂക്കിയിട്ടാ മതി. ഓരോറ്റോ പോണു ആ പോണേന് ഓരോന്നിനും വിലയുണ്ട്. വർക്ക് ചെയ്യണം. സമാധാനായിട്ട് ഇരുന്ന് ചെയ്യണം.
നനഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം തട്ടി കഴിഞ്ഞാൽ കാറിൽ ഉണ്ടാ നനവ് തട്ടി ഉണ്ടാ ഇപ്പൊ തന്നെ ആ ഒരു സ്മെല്ല് അത് വണ്ടിയിലിട്ടോ. അതായത് ഇപ്പൊ നനഞ്ഞു തുടങ്ങിട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ ഇവിടുന്ന് നന വന്ന് തുടങ്ങി. ഈ നന ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി അപ്പൊ നമ്മള് 400-500 രൂപ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലാന്ന്. ഇനി വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല, മൊത്തം ഈ യാത്രയായിരിക്കും. ഞാൻ ഫുൾ ടൈം വണ്ടിയിലായിരിക്കും. സ്മെല്ല് അടിപൊളി സ്മെല്ലാട്ടോ. പലതരം സ്മെല്ലുകളാണ്. ഞങ്ങൾ 100 രൂപയ്ക്ക് വെക്കണത് ഇപ്പോഴത്തെ ബോട്ടിലേക്ക് 100 രൂപ വെക്കണതാ. ഇത് 100 രൂപയ്ക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ കേട്ടോ 100 രൂപയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് എത്ര വരും? മാഡത്തിന് ഫ്രീ തരണ്ട. അല്ല എന്നാലും അവർക്ക് ഒരു റേറ്റ് അറിയാം. അങ്ങനെ പോലെ ഒരു 100-130 രൂപ വരാൻ സാധ്യത. 140 രൂപ 150 താഴെ വരുള്ളൂ. 140. പക്ഷെ മറ്റേ സാധനം മേടിക്കുന്ന കാർ ഫ്രഷനറേക്കാളും നല്ല ഐറ്റം ഇത് എത്ര നാള് ഈട് നിൽക്കും? നമുക്ക് ഇങ്ങനെ ഇത് ഓയിലല്ലേ, പറ്റി പോവില്ല. അതാ എനിക്ക് ആ ഒരു സംശയം, ലോങ് പീരീഡ് എനിക്ക് ആ ഒരു സംശയം ചോദിക്കേണ്ടായിരുന്നു. സാധാരണ നമ്മൾ കാർ ഫ്രഷനർ ഒക്കെ മേടിക്കുമ്പോ നമുക്ക് ആ ഒരു കഴിഞ്ഞു വളരെ കാലം നിൽക്കും. ഇത് കുറെ ഒരു 2 കൊല്ലം 3 കൊല്ലം 2 കൊല്ലം എനിക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് കാലം നിൽക്കും. ഓയിലല്ല വറ്റിപൂല, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കാറിലും ഫ്രഷ്നർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടിൽസ് അവൈലബിൾ ആണ്. ഇതുപോലെ മേടിക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ ആരോ കമ്പനിയുടെ 1878 രൂപ അര കിലോന്. അത് പത്രമായിട്ട് സാധനം ഞാൻ കാണിച്ചു തരാം. ചിലർക്ക് ഈ പെർഫ്യൂംസ് അത്തർന്നൊക്കെ പറയുമ്പോ പ്രാന്തുള്ളവരുണ്ടാവും. അവർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. എന്തോരം സ്മെൽസ് ആണെന്നറിയോ? ഹോ നേരത്തെ സ്മെല്ല് പോണില്ല കേട്ടോ, തല്ലിയാണെന്ന് പോവില്ല. അത്രയും സ്മെല്ലുകള്, പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ, പല സ്മെല്ലുകള്. കാലി ബോട്ടിൽസ് അവൈലബിൾ ആണ്. പെർഫ്യൂമിന്റെ എസൻസ് അവൈലബിൾ ആണ്. പിന്നെ കൊറിയർ അയച്ചാണെങ്കിൽ കൊറിയർ അയച്ചു തരും ഇതില്. അപ്പൊ ഈ കൊറിയർ അയക്കുമ്പോഴേ ഈ ചില്ലല്ലേ പൊട്ടോ, അത് ഞങ്ങൾ ഭംഗിയായിട്ട് പാക്കിംഗ് സംഭവം. ഞങ്ങൾക്കും കൊറിയർ തന്നെ വരണത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ വന്ന കൊറിയറാ ഇത്. ഇതും നല്ല ഭംഗിയിൽ തന്നെ ബോംബെയിൽ വന്ന ചരക്ക. അതെ, പൊട്ടിട്ടില്ല, ഒന്നും പൊട്ടിട്ടില്ല. അപ്പൊ പെട്ടിമ വേണല്ലേ. അതെ, അതാണ് സംശയം ചോദിക്കണം. ഇത് പെർഫ്യൂമിന്റെ ഓയില് ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഓയിലാണ്. ഇത് പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. ഇത് കിലോന് 230 രൂപ വില, കിലോഗ്രാമിന് 230 രൂപ വില, അര കിലോ ആണെങ്കിൽ 120 രൂപ വില. ഇതിന് ഏറ്റവും നല്ല ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും നല്ല DP ഓയിലാണ്, അല്ലെങ്കിൽ വൈറ്റ് ഓയിൽ എന്നൊക്കെ പറയും. അതായത് ഇതിന് സ്മെല്ല് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ കളർ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ ലക്ഷണം. ഇത് കെൽക്കാർ കമ്പനിയുടെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ഇപ്പം ഞാൻ ഇത് മുഴുവൻ കെൽക്കാറിൻ്റെ സാധനങ്ങളാണ്. ഇതേ കമ്പനിയുടെ സാധനം ബോട്ടിലേക്ക് പകർത്തിയിട്ടുള്ളതാണ്. ഇതില്ലാണ്ട് പെർഫ്യൂമിന്റെ മേലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതുണ്ടാവണം. അതായത് ഒന്ന് കോസ്റ്റ് കുറയ്ക്കാൻ ഒരു ഭാഗം, പിന്നെ ഡെപ്ത് സ്മെല്ലാണെങ്കിൽ ഡെപ്ത് കുറയ്ക്കാൻ, അതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ. ഇപ്പം ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ അതിൻ്റെ സാമ്പിൾ അടിച്ച് കിടക്കണതാണ്. ഇതിലെല്ലാം പലതിനും പല റേഷ്യോയിലാണ് അത് ഉപയോഗിക്കുക. അത് DP ഓയിൽ ഉപയോഗിക്കുക. എന്നിട്ട് കോസ്റ്റ് പ്രൈസ് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഒരു സയൻസ്. ഫ്രീ ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. അതിന് 12 അടവ് പറഞ്ഞു തരാൻ പറ്റില്ല, 18 അടവ് പറഞ്ഞു തരില്ല, പറയില്ല. അത് പഠിക്കണമെങ്കിൽ അതിന് ഒരു ക്ലാസ് ഉണ്ട്. ദക്ഷിണ വെക്കണം, ദക്ഷിണ വെക്കാണ്ടുള്ള കാര്യമില്ല. അത് എനിക്ക് പോലും പറഞ്ഞില്ലാന്ന്. ഇത് അപ്പൊ മൊത്തം നമുക്ക് സെയിൽ. അപ്പൊ ഇതില് നമുക്ക് നല്ല ലാഭത്തിന് വിൽക്കാൻ പറ്റിയ സംഭവമാണ്. ഒരു ജനമാർഗ്ഗമൊക്കെ എടുക്കാൻ പറ്റും. മാന്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ പണിക്ക് ഇറങ്ങാനും പാടില്ല. സത്യം പറയല്ല, ഞാൻ സാധാരണ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ ഇരിക്കണാണ്. ഇത് വരുമാനം ഉണ്ടത് ഇപ്പോഴെല്ലാം മനസ്സിലായത്. ഇത്ര നാള് അവർക്ക് വേറെ വല്ല പണിക്ക് പോക്കൂടാ. ഇത് അതാവുമ്പോ പിന്നെയും ഡെയിലി 1000 രൂപ വെച്ചെങ്കിലും കിട്ടും. അത്യാവശ്യം മാർജിനില്ലാണ്ട് വിൽക്കില്ല. ഈ ട്രേഡ് അങ്ങനെ പല ട്രേഡിലും പല വിധത്തിലും മാറി നിൽക്കാൻ പറ്റും. അപ്പൊ പലചരക്കാണെങ്കിൽ വളരെ കുറച്ച് ലാഭം എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ റോഡിൽ ഇരിക്കുന്നവരെ പുച്ഛത്തിൽ കാണണ്ട. ഞാൻ ഇത്ര നാളെ അങ്ങനെ കഴിവുണ്ട്, അതിനനുസരിച്ചിട്ട് വരുമാനം ഉണ്ട്. അപ്പൊ ആ വരുമാന മാർഗം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ട്രേഡ് അവൈലബിൾ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളായിട്ട് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ വിശദ വരും പറഞ്ഞുതരാം. ഓൾറെഡി മാർക്കറ്റിൽ ഈ എസൻസുകൾ വാങ്ങുന്നവർക്കും ഈ ചരക്ക് അയച്ചു കൊടുക്കും. അതായത് ഇപ്പോൾ എൻ്റെ അറിവിൽ തൃശ്ശൂർ, പിന്നെ കോട്ടയ്ക്കൽ, എറണാകുളം, അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഈ സാധനം വിൽക്കുന്നവരുള്ളൂ. അപ്പോൾ ഇനി ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ പല സ്ഥലത്തേക്ക് പോയി വന്ന് വാങ്ങിക്കുന്നവരാണ്. ഞാൻ കൊറിയർ അയച്ചു തരും. അത് നമ്മൾ പറയുന്ന സ്മെല്ല് അപ്പോൾ നമ്മുടെ പ്രൈസ് ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കും. ആവശ്യക്കാർക്ക്
ആ എസൻസ് കൊറിയർ അയച്ചിട്ട് കൊറിയറിൻ്റെ ചാർജ് അഡീഷണൽ വരും. വില റീസണബിൾ ആയിട്ട് ഇടുള്ളൂ, തോന്നിയ വില ഇടില്ല. ആ കാര്യം നിർബന്ധം. ആ കാര്യം ഉറപ്പാണ്. അപ്പൊ ഇനി ഒരു സംശയം കൂടി ചോദിക്കണ്ടേ, ഈ 1500 രൂപയ്ക്ക് അത് ഇതിൽ പെടില്ല. അത് ക്ലിയർ ചെയ്ത് തരാം. അത് ഇതിൽ പെടില്ല. 1500 കോംപ്ലിമെന്റ് ആ ഫുഡിന്റെ കേസിൽ മാത്രം. അത് അല്ല, ചിലർ പറയും ഞാൻ ഇത് മേടിക്കട്ടെ, അത് ഇതും രണ്ടും രണ്ടാണ്, അത് എടുത്ത് പറഞ്ഞോ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം, ഫുഡ് ഐറ്റംസ് മാത്രമേ 1500 ബില്ലിങ്ങിന് 202 ഡേറ്റ്സ് ഫ്രീ ഉള്ളൂ. അത് വിഷു, ഈസ്റ്റർ ആ കാലഘട്ടം വരെയുള്ള ഓഫറാണ്. പിന്നെ ഇന്നത്തെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല, വിലകളിൽ ഏറ്റക്കുറച്ചിൽ വരാം. ചിലപ്പോൾ പ്രൊഡക്റ്റിന് വില കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ 150 കുറയ്ക്കേണ്ടി വരും. ഞാൻ പ്രൊഡക്റ്റ് വല്ലാണ്ട് വില കുറഞ്ഞാൽ 200 250 ആക്കാനും പറ്റും. ഇപ്പോൾ കുറഞ്ഞ ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ഇത് എന്നും എല്ലാ കാലത്തും ഒരേ ഓഫർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വിലയിലൊക്കെ ഏറ്റക്കുറച്ചിൽ വരാം. ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല ഒരു മാസത്തോളം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ വിലയിൽ ഏറ്റക്കുറച്ചിൽ വരാം. നമുക്ക് എപ്പോഴും നല്ലത് വില കുറയണതാണ്. വില കുറഞ്ഞ സുഖമായിട്ട് വിൽക്കാം. വില കൂടി കഴിഞ്ഞാൽ ആൾക്കാർ ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ വീണ്ടും പറയണേട്ടോ, അത് അവിടുത്തെ ഓഫർ അവിടെ, ഇത് ഇവിടെ, രണ്ടും രണ്ടാണ്. അത് ഇത് അല്ലെ. അതായത് ചിലവര് പറയേ അല്ലെങ്കിൽ 1500 ഞാൻ ഇത് മേടിച്ചു അത് മേടിച്ചു എല്ലാം കൂടി മിക്സ് ആയിട്ട് മേടിച്ചു എനിക്ക് അതില്ല. അത് ഫുഡ് ഐറ്റംസ് കേട്ടോ. അപ്പൊ ബിസിനസ് നടത്താനായിട്ട് ഒരു ക്ലാസ്സും അതുപോലെ നല്ല നല്ല എന്താ പറയാ സ്മെല്ലുകള് എനിക്കിപ്പോഴും ഞാൻ വീണ്ടും പിന്നെ ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് മണപ്പിക്കേണ്ട ആവശ്യം അല്ല, ഇത് മണപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ നിന്നാ മതി. അപ്പളിക്കുന്ന സ്മെല് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണവർക്കൊക്കെ ഇവിടെ ഓൾറെഡി ഫ്ലാറ്റ് ആയി കഴിഞ്ഞു. എന്തായാലും അടിപൊളിയാണ്, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞത് വലിയൊരു വ്യക്തിനെ പരിചയപ്പെടുത്തും. അല്ല, വീണ്ടും പറയാം, ആ ഒരു ഫീലിംഗ് അല്ല എനിക്ക് മനസ്സുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. ആ ഒരു റെസ്പെക്ട് തരണ്ടേ. അപ്പൊ ഇനി നമുക്ക് വൈഫിനെയും അവരൊക്കെ കണ്ട ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഇനി ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ണുത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ പലേക്കര ടോൾ, ഇത് രണ്ടും അറിയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വീഡിയോയിൽ കേൾക്കാത്തവരാണ് വീണ്ടും പോയിട്ട് കേട്ടിട്ട് പോയോ. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിന്നെ മോൻ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടുള്ള ഒരു ഫുൾ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈജീനിക് ആയിട്ടുള്ളതും ക്വാളിറ്റിയുള്ള ഐറ്റംസും ഒക്കെയാണ് കിട്ടുക. എന്തായാലും വന്നപ്പോൾ ഉള്ള ഫീലിംഗ് അല്ല, ഞാൻ പോകുമ്പോഴുള്ള ഫീലിംഗ് എന്ന് പറയുമ്പോൾ 101% നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷം വരില്ലേ, ആ ഒരു സന്തോഷം. ഉള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഉള്ളതന്നെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ചെറിയ കടയാണ്, പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വന്നാലും ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊന്നുമല്ല, ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ വൻ സംഭവം. ഇതൊരു ബഡ്ജറ്റ് ഷോപ്പാണ് 100%. അതെ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഇവിടെ ആർഭാടങ്ങളില്ല. അത്യാവശ്യം ഓറഞ്ച് കളർ അടിച്ചു, യെല്ലോ കളർ അടിച്ച് ഇങ്ങനെ കളർഫുള്ളാക്കി നിർത്തിയെന്ന് മാത്രം. ആർഭാടം കൂടി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കൂടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വിൽപ്പനയുടെ വില കൂട്ടിണ്ടൊക്കെ വരും. അപ്പോൾ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. വേണമെങ്കിൽ എയർ കണ്ടീഷനൊക്കെ ചെയ്യാൻ അറിയാണ്ടൊന്നുമില്ല. ഇവിടെ ഈ 1000 രൂപ ബില്ല് അടയ്ക്കണോടത്ത് $6,000-8,000 വരും. അതൊക്കെ പബ്ലിക്കിനെ ഈടാക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ എവിടെയും കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറവിന് ഇവിടെ കിട്ടും. അതും ക്വാളിറ്റിയിലെ ഐറ്റംസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് എനിക്ക് ഇന്ന് ഒരു പുതിയ അറിവാണ്. കുറേ പേര് അറിഞ്ഞിട്ട് കുറേ ദൂരത്ത് നിന്ന്, ഇപ്പം ഞാൻ നിന്നിപ്പോൾ തന്നെ എത്രയോ കസ്റ്റമേഴ്സ് പല സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ പറയാം, പല സ്ഥലത്തു നിന്ന് പല ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. കേരളം വിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരും വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അത് വന്ന് കണ്ടറിഞ്ഞ് ഫീൽ ചെയ്താൽ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഡയറക്റ്റ് വരാൻ പറ്റില്ല, ഫുഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ദൂരത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കും. അല്ലാത്തൊരു വിശ്വാസമുള്ളവരാണെങ്കിൽ അവർ കൊറിയറും ചെയ്ത് തരും, അതിനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ താങ്ക് യു ഫുൾ. കൊറിയർ പെർഫ്യൂമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണം. അതും എസൻസുകൾ ആവശ്യമുള്ളവർക്ക് കൊറിയർ ചെയ്ത് അയക്കും. ബോട്ടിൽ ഞങ്ങളുണ്ട്, DP ഓയിലുണ്ട്, പിന്നെ ഡിസ്പ്ലേ ജാറുകളുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ, അതുപോലെ ഫാൻസി കടകൾ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. അതിനുള്ള ഐഡിയാസ് പറഞ്ഞു തരും. വേണ്ട വിധത്തിലുള്ള അത്യാവശ്യം വേണ്ട ഐഡിയാസ് മുഴുവൻ പറഞ്ഞു തരും. പിന്നെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരേ ഒരു ദിവസം ഒരേ ഒരാൾക്ക് മാത്രം, ഗ്രൂപ്പിനൊന്നും കൊടുക്കില്ല. ശരിയാ, ഒക്കെ ലിമിറ്റിലേ കൊടുക്കുള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു ദിവസം പരിപാടിയില്ല. അങ്ങനെയല്ല, ഭംഗിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കും ഒരൊറ്റ എക്സ്ക്ലൂസീവ് കളക്ഷൻ എന്നൊക്കെ പറയില്ലേ, എക്സ്ക്ലൂസീവ് പഠിത്തം ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ. അപ്പൊ ഒരാൾക്ക് ഒരു ലിമിറ്റഡ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ്, അടുത്ത ആഴ്ചക്ക് ഞാൻ സമയം ഒഴിവാക്കി കൊടുക്കും അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു 3-4 മണിക്കൂർ അതിന് വേണ്ടിയിട്ടുണ്ടാവും. എന്തായാലും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടോട്ടൽ ദെൻ ബൈ.